நிறைவான ஆவியானவரே, வரும்போது குறைவுகள் மாறுமே. நிறைவான ஆவியானவரே, நீர் வரும்போது குறைவுகள் மாறுமே. நீர் வந்தால் சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே, நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ആവിയാനവനേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പിതാവേ. ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിന്റെ ബലത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഓ, give you praise. Jesus. വനാന്തരം വയൽവെളിയാകുമേ. വാഴാനത് പയർനിലമാകുമേ. വനാന്തരം വയൽവെളിയാകുമേ. പാഴാനത് പയർനിലമാകുമേ. നീർ വന്നാ സൂழ்நிலை മാറുമേ. முடியாததும் சாத்தியமாகுமே. நீர் வந்தா சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே, நிறைவே நீர் வாருமே. நிறைவே நீர் வேண்டுமே. நிறைவே நீர் போதுமே. ஆவியானவரே, இயேசுவே. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കുന്നു. ഹൃദയങ്ങൾ ആത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ബലവീനം ബലനായി മാറുമേ. സുഖവീനം സുഖമായി മാറുമേ. ബലവീനം ബലനായി മാറുമേ. സുഖവീനം സുഖമായി മാറുമേ. നീർ വന്നാ സൂழ்நிலை മാറുമേ. முடியாததும் சாத்தியமாகுமே. நீர் வந்தா சூழ்நிலை மாறுமே.
പകലിൽ ആത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ, ആത്മാവിന്റെ ബലത്താൽ സകല പ്രശ്നങ്ങളും നമ്മളെ വിട്ടു മാറുവാൻ ഒരു വലിയ ബലം ഏറ്റെടുത്തവരായി ദൈവവചനത്തിന്റെ മുൻപാകെ നമുക്ക് ഇരിക്കാമെന്ന്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. വനാന്തരം വയൽവെളിയാകുമേ, താഴാനത് അയർനിലമാകുമേ. വനാന്തരം വയൽവെളിയാകുമേ, താഴാനത് അയർനിലമാകുമേ. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே நிறைவே நீர் வாருமே, நிறைவே நீர் வேண்டுமே, நிறைவே நீர் போதுமே. ஆவியானவரே. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ബൈബിൾ സ്റ്റഡി സെക്ഷനിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറഞ്ഞ് ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് നമുക്ക് ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിക്കുവാനും നിത്യതയിൽ കൂട്ടവകാശികളായിരിക്കാനും ക്രിസ്തുവിൻ്റെ മണവാട്ടി പദത്തിലേക്ക് ഉയരുവാനും ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സമർപ്പിച്ചുകൊണ്ട് ഈ വേദപഠനത്തിലേക്ക് ഞങ്ങൾക്ക് അങ്ങ് അംഗീകാരം തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ ജനത്തോട് സംസാരിക്കണം, സംസാരിപ്പാനുള്ള കൃപ അടിയന് തരണമേ. അടിയൻ്റെ അധരത്തോടുകൂടെ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടണമേ. കഴിവുകേടുകളും ബലഹീനതകളും ഒന്നും ഇതിനകത്ത് അധികം പ്രകടമാകാതെ ദൈവകൃപ പ്രകടമാകുവാൻ കർത്താവ് ഇടയാക്കണമേ. സ്വന്തമായ വ്യാഖ്യാനങ്ങൾ 100% ഒഴിവാക്കി ദിവ്യമായ വ്യാഖ്യാനങ്ങൾ കർത്താവ് തന്നെ തരണമേ. അങ്ങയുടെ വായിൽ നിന്ന് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വചനം കേൾക്കുവാൻ അടിയൻ കൃപ തരണമേ. അടിയൻ്റെ കേൾവിക്കാർക്കും ഇടയാക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായത്തിൽ നിന്നുള്ള 7 ലേഖനങ്ങൾ അഥവാ 7 കത്തുകൾ ചിന്തിപ്പാനാണ് ഞാൻ ഈ ദിവസങ്ങളിൽ താല്പര്യപ്പെടുന്നത്. നിശ്ചയമായിട്ടും ഇതര വെളിപ്പാടുകളേക്കാൾ, പ്രവചനങ്ങളേക്കാൾ വ്യത്യസ്തമായൊരു രീതി ഈ 2 അധ്യായങ്ങൾക്കുണ്ട്. വെളിപ്പാട് പുസ്തകം തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടതായ, ദർശിച്ചതായ ചില ദർശനങ്ങളാണ്. ഭാവിയിൽ സംഭവിപ്പാനുള്ളത് എന്ത് എന്ന് മറ നീക്കി ദൈവം തന്നെ കാണിക്കുകയും ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് ഭരമേൽപ്പിച്ച് നീ കാണുന്നത് ഒരു പുസ്തക ചുരുളിൽ എഴുതി 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് 7 സഭകളുടെ പേരുകൾ പ്രസ്താവിക്കുകയും ചെയ്തു. എഫസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്കും. ഈ സന്ദർഭത്തിൽ ആ 7 ലേഖനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഞാനിവിടെ താല്പര്യപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലായി. കൊടുങ്കുറ്റവാളികളെ നാട് കടത്തിയിരുന്ന ആ സ്ഥലത്തേക്ക്, പത്മോസിലേക്ക് തന്നെ എത്തുകയും പക്ഷേ തന്നെ അവിടെ നിന്ന് ദൈവം ദിവ്യ ദർശനങ്ങളിലാക്കി സ്വർഗങ്ങളിലേക്ക് എടുക്കുകയും തുടർന്നുള്ള അധ്യായങ്ങൾ അവിടെ വെച്ച് 4 മുതലുള്ള അധ്യായങ്ങൾ അവിടെ വെച്ച് കണ്ട് എഴുതുവാൻ ഇടയാക്കുകയും ചെയ്തു. എന്നാൽ പത്മോസിൽ വെച്ച് തന്നെ തനിക്കൊരനുഭവം ഉണ്ടായി. തന്നോട് സംസാരിക്കുന്ന ശക്തിയേറിയൊരു നാദം തൻ്റെ പിമ്പിൽ കേട്ടു. കാഹളത്തിനൊത്ത ആ മഹാനാദം എന്തെന്ന് കാണുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ
തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ ദിവ്യ രൂപത്തിൽ കാണുവാനിടയായി. മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന, കാല് ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശമായവൻ, അഗ്നിജ്വാലയ്ക്കൊത്തതായ മുഖമുള്ളവൻ, കണ്ണുകളുള്ളവൻ തന്നോട് സംസാരിക്കുന്നത് കേട്ടു. നീ കാണുന്നത് ഒരു പുസ്തകച്ചുരുളിൽ എഴുതി 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നു. നീ കാണുന്നത് എന്ന പദത്തെ ഞാൻ ഒന്ന് തൊടട്ടെ. സാധാരണ വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടുകളെല്ലാം തന്നെ മനുഷ്യബുദ്ധിയിൽ ദൈവം വെളിവാക്കി കൊടുക്കുന്നത് മാനുഷികമായ വാചകങ്ങളിലാക്കി അവർ പകർത്തി എഴുതുകയാണ് പതിവ്. അപൂർവം ചില വെളിപ്പാടുകൾ നിശ്ചയമായും ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതായത് യെരമ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ യെരമ്യാവേ നീ എന്ന് കാണുന്നു എന്ന് ചോദിച്ചതിന് ഞാനൊരു ജാഗ്രത വൃക്ഷത്തിൻ്റെ ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണുന്നു എന്ന് പറഞ്ഞു. അതെ, ഒരു വെളിപ്പാട് കാണിച്ചുകൊണ്ട് തുടങ്ങി. ചില പുസ്തകങ്ങളിൽ നിലവിളക്കുകൾ കാണിച്ചുകൊണ്ട് പ്രസ്താവിച്ചു, ചിലയിടത്ത് അഭിഷക്തന്മാരെ ഒലിവ് വൃക്ഷങ്ങളായി കാണിച്ചു, ചിലയിടങ്ങളിൽ എരിയുന്ന തണ്ടുകളായി കാണിച്ചു. അങ്ങനെയൊക്കെ ദൈവം കാണിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരാശയം മൊത്തം എഴുതി കാണിക്കുക. 2-3 അധ്യായങ്ങളിലുള്ള 7 ലേഖനങ്ങൾ അഥവാ 7 സഭകൾക്കുള്ള ലേഖനങ്ങൾ എഴുതി കാണിക്കുക. സാധാരണ പ്രവചന പുസ്തകങ്ങളെക്കാൾ വ്യത്യാസം ബുദ്ധിയിൽ തെളിഞ്ഞു വന്ന ശേഷം മാനുഷികമായ വാചകങ്ങളിൽ ചേർക്കുകയല്ല, പകരം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയ വാചകങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നത് പകർത്തി എഴുതുക മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ യോഹന്നാൻ്റെ പ്രത്യേക ദൗത്യം. അടുത്തത് സഭയ്ക്ക് എഴുതുക, 7 സഭകൾക്ക് എഴുതുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സഭകൾ 7 ഉണ്ടോ? ക്രിസ്തുവിന് മണവാട്ടി ഒന്നേ ഉള്ളൂ, എങ്കിൽ സഭയും ഒന്നേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് 7 സഭകളെന്ന് പറയുന്നത്? 7 സഭകളെന്ന് പറയുവാനുള്ള പ്രധാനമായ കാരണം ഒരു സഭയുടെ 7 കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ 7 കാലഘട്ടങ്ങളിൽ ആക്കിയിട്ടിരിക്കുക. നീ കാണുന്നത് എന്തൊക്കെയായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴുള്ളതും കഴിഞ്ഞു പോയതും വരുവാനുള്ളതുമായ 3 കാര്യങ്ങളെയാണ് നീ കാണുന്നത്. നീ കാണുന്നത് 1 സംഭവിച്ചു കഴിഞ്ഞതും, 2 സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും, 3 സംഭവിപ്പാനുള്ളത്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ 3 കാലഘട്ടങ്ങളെ ഒരുമിച്ചാണ് കാണിക്കുന്നത്. അതിനകത്ത് സഭയെ കുറിക്കുന്നൊരു വെളിപ്പാട് കൊടുത്തു. ഈ സഭയെ ഗൗരവമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 7 കാലഘട്ടങ്ങളായി തിരിച്ച് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ആകുകയുള്ളൂ. അതുകൊണ്ട് 7 കാലഘട്ടങ്ങളായി സഭയെ തിരിച്ചു. 7 എന്ന് പറയുന്നത് ദൈവിക സൃഷ്ടിയുടെ ഒരു പൂർണ്ണതയാകയാൽ ദൈവത്തിൻ്റെ പ്രധാനമായ ഭാഗങ്ങളിലെല്ലാം, പ്രധാനമായ വിശദീകരണങ്ങളുടെ ഭാഗങ്ങളിലെല്ലാം 7 എന്ന അക്കം എവിടെയെങ്കിലും ഉൾക്കൊള്ളുന്നതായി കാണാം. അല്ലെങ്കിൽ ആ ഒരു സംഖ്യ ക്രമം എവിടെയും ഉൾക്കൊള്ളുന്നതായി കാണാം. 7 സഭകൾക്ക് 7 കാലഘട്ടങ്ങളായി തിരിച്ച് എഴുതുക എന്ന് പറയുന്നു. നീ കാണുന്നത് പകർത്തി എഴുതുക, 7 സഭകൾക്ക് എഴുതുക. സാധാരണഗതിയിൽ ഓരോ കാലഘട്ടങ്ങളിലെ സഭകളെക്കുറിച്ച് 1-ാം കാലഘട്ടം, 2-ാം കാലഘട്ടം, 3-ാം കാലഘട്ടം എന്നിങ്ങനെ നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അതല്ല ശൈലി. 1-ാം കാലഘട്ടത്തിന് 1 എന്ന് പേര് കൊടുക്കാതെ എഫസോസ് എന്ന് പേര് കൊടുത്തു. 2-ാം കാലഘട്ടത്തിന് 2 എന്ന് പേര് കൊടുക്കാതെ സ്മുർന എന്ന് പേര് കൊടുത്തു. കഴിഞ്ഞ ഇൻട്രഡക്ടറി സ്പീച്ചിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ചില ഇടങ്ങളിൽ നമ്പറിന് പകരം പേരുകൾ ഉപയോഗിക്കുന്ന പതിവുണ്ട്. കേരളത്തിൽ ഒരു പ്രത്യേക ഗസ്റ്റ് ഹൗസിൽ ഞാൻ പോയി താമസിക്കുമ്പോൾ അവിടെ ഗസ്റ്റ് ഹൗസിൽ അഥവാ ഹോട്ടൽ റൂമിന് നമ്പർ ഇട്ടിരിക്കുകയല്ല, അവിടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ നദികളുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പേരിട്ട് വിളിക്കുന്നവരുണ്ട്. ബഥേൽ ബാംഗ്ലൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് അങ്ങനെയാണ് നമ്മുടെ സഭയുടെ പേര്. പക്ഷേ ഇതുവഴി പോകുന്ന പലരും എന്നോട് വളരെ താല്പര്യമുള്ളവർ MA വർഗീസിൻ്റെ സഭ എന്ന് പറയാറുണ്ട്. എൻ്റെയും കൂടെയാണ്, ഡൗട്ടൊന്നുമില്ല. ഇവിടെ ഒരു അലക്സ് ഉണ്ടെന്നിരിക്കട്ടെ, കൃപയാൽ ഞങ്ങൾക്ക് പല അലക്സ് ഉണ്ട്. അലക്സിൻ്റെ സ്നേഹിതരാരെങ്കിലുമോ അല്ലെങ്കിൽ അലക്സിനോട് വളരെ ബന്ധപ്പെട്ടവരോ ഇതുവഴി പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ അലക്സ് മോൻ്റെ സഭ എന്ന് അവർ പറയാറുണ്ട്. ജെയിംസിൻ്റെ പ്രിയപ്പെട്ടവർ ഇതാണ് ജെയിംസിൻ്റെ സഭ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഓരോ പേരുകൾ വെച്ച് ആളുകൾ പറയാറുണ്ട്. ഒരു പൊതുനാമം ഉപയോഗിക്കുന്നതിനേക്കാൾ അവരവർക്ക് ഏറ്റവും മാന്യവും യുക്തവുമായ പേരുകൾ ഉപയോഗിക്കാറുണ്ട്. ദൈവത്തിന് നമ്പരിനേക്കാൾ തൻ്റെ സഭകളുള്ള ഇടങ്ങളും സഭകളുമാണ് വലുത്. ആകയാൽ എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവദോക്യ എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം തൻ്റെ പിൻപിൽ കേട്ടു. 1-ാമത്തെ സഭ എഫസോസിനെ കുറിച്ച് പറയുമ്പോൾ 2-മതൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. യോഹന്നാൻ അപ്പോസ്തലനെ അറസ്റ്റ് ചെയ്തത് അവിടുന്ന്. ഇപ്പോൾ താൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ചരിത്രത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് യോഹന്നാൻ അപ്പോസ്തലനെ അറസ്റ്റ് ചെയ്തത് എഫസോസിൽ നിന്നാണ്. വയോവൃദ്ധനായ യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വയോവൃദ്ധനാകുമാറും വളർന്നവനും
നാച്ചുറൽ മരണം അനുഭവിച്ചവനും യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമേ ഉള്ളൂ. ഇതര അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഇടിമക്കളുമൊക്കെ ആയിരുന്നു യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ വന്നവൻ. സഭയെ ഉപദ്രവിച്ച് മുടിച്ചവനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അവരൊക്കെയും ജഡത്തിൽ വിതച്ചതിനൊത്തവണ്ണം ജഡത്തിൽ കൊയ്യുവാൻ ദൈവം അവസരം കൊടുത്തു. ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്യുമെന്ന് മറക്കരുത്. അത് യേശുവിൻ്റെ അപ്പോസ്തലനായി മാറിയാലും വ്യത്യസ്ത പ്രതിഫലമുള്ള കാരണങ്ങളൊക്കെ അതിനുണ്ട്. എന്നൊക്കെ ഇരുന്നാലും യോഹന്നാൻ അപ്പോസ്തലനും പ്രതിഫലം കുറവൊന്നുമല്ല. അദ്ദേഹത്തെ നാച്ചുറൽ ഡെത്തിന് വേണ്ടി ദൈവം അനുവദിച്ചു, സ്വാഭാവിക മരണത്തിനു വേണ്ടി അനുവദിച്ചു. കാര്യം, താൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു. യേശുവിൻ്റെ മാറോട് ചാരി ഇരുന്നവനാണ്. യേശുവിൻ്റെ അമ്മയായ മറിയയെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് യേശു പോയത്. ശാന്തശീലനും സമാധാനവാദിയുമായിരുന്ന യോഹന്നാന് മാത്രമേ ഒരു സ്വാഭാവിക മരണം ലഭിച്ചിട്ടുള്ളൂ. തൻ്റെ നല്ല പ്രായാധിക്യത്തിലിരിക്കയിൽ തൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ എഫെസോസിലെ സഹോദരന്മാർ ചെയ്തു കൊടുത്ത അവരുടെ നടുവിൽ നിന്നാണ് തന്നെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എല്ലാ സഭകളെക്കാളും എഫെസോസ് സഭയോട് യോഹന്നാനും ഏതാണ്ട് ഒരു താല്പര്യം കൂടുതലുണ്ട്. ഒന്നാമത്തെ ലേഖനം ആരംഭിക്കുന്നത് ഒന്നാമത്തെ സഭയ്ക്ക് വേണ്ടിയാണല്ലോ. വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിൽ ഈ സഭയെക്കുറിച്ച് കാണാം. അടുത്തത് ഒന്നാമത്തെ സഭയോട് ദൂത് പറഞ്ഞു തുടങ്ങുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലും 2-ാം അധ്യായം 1-ാം വാക്യത്തിലും നമ്മൾ കാണുമ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനായ യേശു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നിലവിളക്കിനെ കുറിച്ചുള്ള വ്യാഖ്യാനം കൊടുക്കുമ്പോൾ നിലവിളക്കുകൾ സഭകളാണ് എന്ന് പറയുന്നു. എങ്കിൽ 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനായി 1-ാം അധ്യായം 13-ാം അധ്യായത്തിലും 2-ാം അധ്യായം 1-ാം വാക്യത്തിലും യേശു തന്നെത്താൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതെ, അങ്ങനെയാണ് യോഹന്നാൻ കണ്ടത്. 7 നിലവിളക്കുകളുടെ നടുവിൽ, അതായത് സഭയുടെ കേന്ദ്ര ബിന്ദുവായി, സഭയുടെ സകല പ്രത്യാശയും, സഭയെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നവനും സഭയുടെ യജമാനനും സഭയുടെ അടിസ്ഥാന കല്ലുമായ മൂലക്കല്ലുമായ കർത്താവായ യേശു, സഭയുടെ അടിസ്ഥാന കല്ലായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണുവാൻ കഴിയുന്നത്. പക്ഷേ സഭാ കാലഘട്ടം കഴിഞ്ഞ് 7-ാമത്തെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ലവോദിക്ക സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അകത്തു വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അഥവാ ഞാൻ സഭയ്ക്ക് പുറത്തായിരിക്കുന്നു എന്നും ആരെങ്കിലും തുറന്നു തരാതെ കയറത്തില്ല എന്നും യേശു പറയുന്നതായി കാണുവാൻ കഴിയും. അങ്ങനെ ആരെങ്കിലും തുറന്നു തന്ന് കയറിയാലും ഞാൻ സഭയോടുകൂടെ അത്താഴം കഴിക്കാമെന്നല്ല, ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കാം, അവൻ എന്നോടുകൂടെ അത്താഴം കഴിക്കാം. വ്യക്തിപരമായ ബന്ധം തുറക്കുന്ന വ്യക്തിയുമായി സൂക്ഷിക്കും എന്ന ആശയം കാണുവാൻ കഴിയും. ഞാൻ ചിന്തിക്കുവാൻ പ്രധാനമായും ആഗ്രഹിക്കുന്നത്, സഭയുടെ കേന്ദ്രബിന്ദുവായി ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തുവിനെ 7 കാലഘട്ടങ്ങൾ കൊണ്ട് സഭ എങ്ങനെ പുറത്താക്കി, ഏതൊക്കെയായിരുന്നു സഭകളുടെ താഴ്ചകൾ, ഏതൊക്കെയായിരുന്നു സഭയുടെ ഉയർച്ചകൾ, ഇതൊക്കെയാണ് ചിന്തിക്കുവാനായി പ്രധാനമായും താല്പര്യപ്പെടുന്നത്. 2-3 അധ്യായങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ വെച്ച് ലഭിച്ച ശക്തിയേറിയ വെളിപ്പാടിൽ കർത്താവായ യേശു ക്രിസ്തു സഭയുടെ കേന്ദ്രബിന്ദുവായി വെളിപ്പെട്ടു നിന്നു. തന്നോട് സംസാരിക്കുന്നു. ഗംഭീരനാദം കേട്ടുകൊണ്ട് അതെന്താണെന്ന് കാണേണ്ടതിന് പുറകോട്ട് തിരിഞ്ഞപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വ്യക്തമായൊരു വെളിപ്പാട് യോഹന്നാൻ കാണുന്നതും, യോഹന്നാനെ നീ കാണുന്നത് പകർത്തി എഴുതുക എന്ന് അദ്ദേഹത്തോട് പറയുന്നതും എന്ന് നാം കണ്ടു കഴിഞ്ഞു. അവിടെ യേശു നിൽക്കുന്നത് 7 നക്ഷത്രങ്ങൾ വലങ്കരങ്ങളിൽ പിടിച്ചുകൊണ്ടാണ്. നക്ഷത്രങ്ങൾ എന്നതിൻ്റെ വിശദീകരണം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് 7 സഭകളുടെ ദൂതന്മാരാണെന്നാണ്. 7 സഭകളുടെ ദൂതന്മാരെ ഒരുപോലെ വഹിച്ചുകൊണ്ട് 7-ാം സഭ കാലഘട്ടത്തിൽ അല്പം അകന്നതാണെങ്കിലും അവനെയും 1-ാം സഭയുടെ ദൂതനെ വഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ കരങ്ങളിൽ ഞാൻ വഹിച്ചിരിക്കുകയാണ്. 7-ാം സഭ ക്രിസ്തുവിങ്കിൽ നിന്ന് കാലഘട്ടം കൊണ്ടൊരല്പം അകന്നതാണെങ്കിലും, അഥവാ 1-ാം നൂറ്റാണ്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാണെങ്കിലും, കർത്താവിന് പറയാനുള്ളത് അവരും എനിക്കിതുപോലെ അടുത്തവരാണ്. എനിക്ക് 1-ാം സഭയും 7-ാം സഭയും തമ്മിൽ അകലം വ്യത്യാസമൊന്നുമില്ല. എനിക്ക് അവരെല്ലാവരും ഒരുപോലെയാണ്. ഓക്കെ, വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിലുള്ള ഈ 7 ലേഖനങ്ങൾ കൊണ്ട് എങ്ങനെ സഭയുടെ സെൻട്രൽ പോയിന്റ് ആയിരുന്ന ക്രിസ്തു പുറത്തായി എന്ന ആശയമാണ് നാം തുടർന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് 2-ാമത്തെ അധ്യായം ഒന്ന് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ 2-ാം അധ്യായം ഒന്ന് എടുത്തോട്ടെ. എൻ്റെ കണ്ണിനൊരല്പം കാഴ്ചക്കുറവുണ്ട്, എല്ലാവർക്കും അറിയാം.
80-ാമത്തെ വയസ്സിലോട്ട് കയറുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാനൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരല്പം ഒന്ന് സൂം ചെയ്ത് എടുക്കുകയാണ്. ദയവായി എന്നോട് ക്ഷമിക്കണം. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. അങ്ങനെയാണ് തുടങ്ങുന്നത്. 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയ്യിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ മുമ്പിൽ നടക്കുന്നവൻ താൻ ഒരിക്കലും വിശ്രമിക്കുന്നതായി കാണുന്നില്ല. തൻ്റെ മഹാപൗരോഹിത്യ കർമ്മം നിർവഹിക്കേണ്ടതിനു വേണ്ടി സഭകൾക്ക് വേണ്ടി സദാ ചലിക്കുന്നവനായ ദൈവം. ഞാനൊരിക്കൽ ഡോക്ടർ ജോൺ ഓസ്റ്റൻ്റെ ചർച്ചിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയിരുന്നു. ഡോക്ടർ ജോൺ ഓസ്റ്റനെ കാണാൻ വേണ്ടി പോയിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പോയി. അദ്ദേഹം ഞങ്ങൾക്കൊരു കൊച്ചു ഗിഫ്റ്റും ഒക്കെ തന്നു. വളരെ സന്തോഷമായി ഞങ്ങളെ സംസാരിച്ചു പിരിഞ്ഞു. തിരിച്ച് ഇന്ത്യയിൽ വന്ന ശേഷം എൻ്റെ വീട്ടിനകത്ത് ഞാൻ എൻ്റെ മക്കളോട് ഞങ്ങൾ ഇങ്ങനെ പോയിരുന്നു, ജോണോസിനെ കണ്ടു എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ ഇളയ മകൻ ചോദിച്ചൊരു ചോദ്യം, ഡാഡിയോട് ഇരിക്കാൻ പറഞ്ഞു. ഡാഡി ഇരുന്നു. ഞാൻ പറഞ്ഞു, മോനെ അത് ഞാൻ സത്യമായിട്ടും ഓർക്കുന്നില്ല. കാര്യം ഒരു മനുഷ്യനെ ചെന്ന് കണ്ടു, ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, സ്നേഹത്തോടെ സംസാരിച്ചു, ചായയൊന്നും കുടിച്ചില്ല. എന്നാൽ ഇരിക്കാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ള ഓർമ്മ എനിക്കില്ല. അവൻ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ. ഞാൻ തിരിഞ്ഞാലോചിച്ച് നോക്കിയപ്പോൾ അതെ, ഞങ്ങൾ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ചായ തരാൻ പറഞ്ഞിട്ടില്ല. ഒരു മേശ ഞങ്ങളുടെ മുൻപിൽ ഇടാൻ വേണ്ടിയില്ലായിരുന്നു. ഞാൻ ഇന്ന് ബൈബിൾ സ്റ്റഡിക്ക് ഇരിക്കുന്ന ഇടത്ത് എനിക്കൊരു മേശയുണ്ട്. ഞാൻ അതിൻ്റെ മുമ്പിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ കസേരയിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അവിടെ കണ്ടില്ല. മോൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ജോൺ ഓസ്റ്റൻ തൻ്റെ പരസ്യ പ്രസ്താവനകളിൽ പറഞ്ഞിട്ടുണ്ട്, ഉദാസീനതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ആകയാൽ ജോലി ഏറ്റവും ഉത്സാഹത്തോടെ ചെയ്യുവാൻ, ഓഫീസിനകത്ത് തൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉത്സാഹത്തോടെ മടുപ്പില്ലാത്തവനായി ചെയ്യുവാൻ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നന്നായിരിക്കും. വളരെ കറക്റ്റാണ്. കർത്താവിൻ്റെ വേല ഇരുന്ന് സാവധാനത്തിൽ ചെയ്യേണ്ടതല്ല, നിൽക്കുന്നതാ. യേശുവിനെക്കുറിച്ച് സഭകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് എഴുതിയിരിക്കുന്ന പദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതിനകത്തെ ഒരു പ്രത്യേകത, ഈ 7 ലേഖനങ്ങൾക്കും കോമണായി ചില പ്രത്യേകതകളുണ്ട്. 7 ലേഖനങ്ങൾക്കും ഒരുപോലെ നിൽക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തേത്, 7 ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത് അതാത് സഭകളുടെ പ്രതിപുരുഷനാണ്, അല്ലെങ്കിൽ അതാത് സഭകളുടെ ദൂതനാണ്. 7 ദൂതന്മാരുണ്ട്. 7 പേരും തൃക്കരങ്ങളിലുണ്ട്. ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും അതാത് ലോക്കൽ സഭയുടെ ദൂതന്മാരോടാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ഓരോ ദൂതും സംസാരിച്ച് തീരുമ്പോൾ സഭയിലുള്ള എല്ലാവരോടും, ചെവിയുള്ളവരോടും മുഴുവനും ഒന്നിച്ച് പറഞ്ഞാണ് നിർത്തുന്നത്. ഒന്നുകൂടെ ആരംഭിക്കാം. ഓരോ ദൂതുകളും പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്ന് സഭയുടെ മേലധ്യക്ഷന് അല്ലെങ്കിൽ സഭയുടെ ചുമതല വഹിക്കുന്ന ആളിന് ദൂതനാണ് എഴുതി തുടങ്ങുന്നത്. വിശദീകരണത്തിൻ്റെ അവസാനത്തെങ്കിൽ ചെവിയുള്ള ഏവനും കേൾക്കട്ടെ എന്ന്, അഥവാ 7 സഭകളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമായ ദൂതാണ് ഈ തരുന്നത്. പ്രധാനമായും 1-ാം സഭയോടുള്ള ദൂത് 1-ാം സഭയോട് തന്നെയാണ്. പക്ഷേ 2-ാം സഭയ്ക്കും അതിനകത്ത് ഒരു പങ്കുണ്ട്. ഇന്ന് കഴിഞ്ഞുപോയ നന്മകളോ തിന്മകളോ 2-ാം സഭയെയും ബാധിക്കാം, 3-ാം സഭയെയും, 4-ാം സഭയെയും, 6-ാം സഭയെയും, 7-ാം സഭയെയും ബാധിക്കാം. ആകയാൽ ദൂതുകൾ ഓരോന്നും പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാ സഭകളെയും ഒരുമിച്ച് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊരു പദപ്രയോഗത്തിൽ യേശു വരുന്നത് കാണാം. ഒരു വലിയ പ്രത്യേകതയാണ്. 2, ഓരോ ലേഖനങ്ങൾ തുടങ്ങുമ്പോഴും അതാത് സഭകളോടുള്ള അവരുടെ നന്മകൾ എടുത്തു പറയുന്നത് കാണാം. നമ്മൾ ലോകത്തിൽ സാധാരണഗതിയിൽ നന്മ ഒടുവിലേ കാണാറുള്ളൂ, തിന്മയാണ് ആദ്യം കാണുന്നത്. യേശു അങ്ങനെയല്ല, നമ്മുടെ നന്മകളാണ് ആദ്യം കാണുന്നത്. ഓരോ സഭയോടും അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ്, അതിൻ്റെ നന്മകൾ, അതിൻ്റെ ഗുണവശങ്ങൾ ആദ്യമായി പറഞ്ഞ ശേഷം ഞാനതിനകത്ത് സന്തോഷിക്കുന്നു, സംതൃപ്തിപ്പെടുന്നു, നിനക്കതിന് പ്രതിഫലമുണ്ട് എന്നിത്യാദികൾ ആശംസാ പദങ്ങളാണ് പറയുന്നത്. നല്ല പ്രവൃത്തികൾക്കുള്ള ആശംസാ പദങ്ങളാണ് പറയുന്നത്. 2, അവരുടെ തിന്മകളും എടുത്തു കാണിക്കും. നന്മ പറഞ്ഞതുകൊണ്ട് മാത്രം തീർന്നില്ല. ഒരു നന്മയ്ക്ക് വേറൊരു തിന്മ കൊണ്ട് അല്ലല്ല, അങ്ങനെയൊന്നും ദൈവത്തിനില്ല. നന്മയെല്ലാം നന്മയും തിന്മയെല്ലാം തിന്മയുമാണ്. പാപത്തെ പാപമെന്ന് കാണുകയും നന്മയെ നന്മയെന്ന് കാണുകയും ചെയ്യുന്ന ഒരു പ്രവണത എൻ്റെ യേശുവിനുണ്ട്. സഭയ്ക്കും അതുണ്ടായിരിക്കണം. ചെവിയുള്ളവൻ ഇത് കേൾക്കട്ടെ. പാപത്തെ പാപമെന്ന് തന്നെ വിളിച്ചേ മതിയാകൂ, ബലഹീനതയെ ബലഹീനതയെന്ന് തന്നെ വിളിച്ചേ മതിയാകൂ. ഓക്കെ, ഇവിടെ ഓരോ സഭകളോടും അതിൻ്റെ നന്മകൾ പറയുന്നതായി കാണാം. അടുത്ത പ്രത്യേകത, നന്മ തുടരുവാനും തിന്മ വിട്ട് മാനസാന്തരപ്പെടുവാനുമുള്ള താക്കീതുകൾ ഓരോ സഭയ്ക്കും കൊടുക്കുന്നുണ്ട്. അഥവാ നീ തിന്മ വിട്ടുമാറിയില്ലെങ്കിൽ ശിക്ഷ എന്താണ് എന്ന് പറയുന്നുണ്ട്. നന്മയാണ് ചെയ്യുന്നതെങ്കിൽ പ്രതിഫലം എന്ത് എന്ന് പറയുന്നുണ്ട്. പറഞ്ഞല്ലോ, 1 സഭയുടെ ദൂതനോട് സംസാരിച്ച് ആരംഭിക്കുന്നു.
2, എല്ലാ സഭയിലുമുള്ള എല്ലാവരോടും സംസാരിച്ച് നിർത്തുന്നു. 2, നന്മകൾ ആദ്യമേ പ്രശംസനീയമായി എടുത്തു പറയുന്നു. 4, തിന്മകൾ ഓരോന്നോരോന്നായി പറയുന്നു. 5, തിന്മകളിൽ നിന്ന് കറക്റ്റ് ചെയ്യുവാനുള്ള ദൈവിക കറക്ഷൻസ് കൊടുക്കുന്നു. 6, തിന്മകൾക്കുള്ള ശിക്ഷയും. 7, നന്മകൾക്കുള്ള അനുഗ്രഹവും കൊടുക്കുമെന്ന് വാചകം സഭയോട് പറയുന്നു. 6-7 പ്രത്യേകതകൾ ഇതിന് ഓരോന്നിനും പറയാനുണ്ട്. തുടങ്ങുക. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. എഫെസോസിലെ സഭയുടെ ദൂതൻ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തു. അടുത്തത് യേശുക്രിസ്തുവിൻ്റെ സെൽഫ് ഇൻട്രഡക്ഷൻ കാണാം. വ്യത്യസ്ത സഭകൾ, എല്ലാ സഭകൾക്കും 7 സഭകൾക്കും തന്നെത്താൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കർത്താവ് നമ്മോട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊന്ന് അറിഞ്ഞാൽ നാമും ദൈവവും തമ്മിലുള്ള നിലപാട് എങ്ങനെയെന്ന് ഒരളവിൽ ഗ്രഹിക്കാൻ കഴിയും. ഞാനൊരപ്പനാണ്, ഞാനൊരു വല്യപ്പനാണ്, എനിക്ക് മക്കളും കൊച്ചുമക്കളും ഉണ്ടെന്ന് ചുരുക്കം. എൻ്റെ മക്കളുടെ കൊച്ചുപ്രായത്തിൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ മുട്ടായി കൊണ്ടുവരാൻ കേട്ടോ, എൻ്റെ മുട്ടായി ഉണ്ട്, ഡാഡിയുടെ കയ്യിൽ അല്ലെങ്കിൽ അപ്പച്ചൻ്റെ കയ്യിൽ മുട്ടായി ഉണ്ട് എന്നൊക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു തുടങ്ങും. അവർക്ക് വലിയ സന്തോഷമായിരിക്കും ആ സെൽഫ് ഇൻട്രഡക്ഷൻ. പക്ഷെ കുഞ്ഞുങ്ങളൊരല്പം അയോഗ്യമായി ഇടപെട്ടു എന്നറിഞ്ഞാൽ, ഇല്ലെങ്കിൽ അല്പം വഴക്കുണ്ടാക്കി എന്നൊക്കെ അറിഞ്ഞാൽ അവരോട് എൻ്റെ വടിയുണ്ടേ, ഞാൻ വടിയുമായിട്ടായിരിക്കും വരുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇതുപോലുള്ള പ്രയോഗങ്ങൾ സഭയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുക്കൽ വരണം? വടിയുമായി വരണം എന്ന് പറയുന്നുണ്ട്. യേശു സംസാരിക്കുമ്പോൾ എൻ്റെ വായിൽ ഇരുവായ്ത്തലയുള്ള വാളുണ്ടെന്നൊക്കെ പറയാറുണ്ട്. വടിയൊക്കെ അങ്ങ് വിട്ടു, എൻ്റെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളുണ്ടെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇവിടുത്തെ സെൽഫ് ഇൻട്രഡക്ഷൻ വളരെ നല്ലതാണ്. വലം കൈയിൽ 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നിലവുകൾക്ക് നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഒന്നാം സഭ ഒരു കാര്യം കേട്ടോണം. അപ്പോസ്തലന്മാരാൽ നിബിഡമായ സഭയാണ്. അപ്പോസ്തലന്മാർ സ്വന്തം കൈകൊണ്ട് ആളുകളെ പരിലാളിച്ച് വളർത്തിയ സഭയാണ്. അവരുടെ സ്വന്തം വായിൽ നിന്ന് ഉപദേശം കേട്ടവരും അവരുടെ കൈവപ്പ് അനുഭവിച്ചവരുമൊക്കെ ആ സഭയിൽ ധാരാളമുണ്ട്. അവരുടെ നടപടിക്രമങ്ങളെ നേരിട്ട് കണ്ടവരുണ്ട്. അവർ യേശുവിൽ നിന്ന് പഠിച്ചവരാ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനം മുതൽ, യോഹന്നാൻ കൊടുത്ത സ്നാനം മുതൽ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ വരെ തൻ്റെ കൂടെ നടന്നവരെയാണ് ആ പ്രധാന അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരെല്ലാം ഇത് കണ്ടു വളർന്നവരാണ്. ക്രിസ്തുവിങ്കിൽ നിന്ന് ഡയറക്റ്റ് പകർത്തിയവരാണ്. അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് പകർത്തിയതാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ. അവരോട് നിശ്ചയമായും ദൈവം വളരെ അടുക്കലാണ്. പക്ഷേ അകലത്തെ സഭയിലുള്ളവനുണ്ടല്ലോ, ലവദിക്കിയ കാലയളവിൽ, അവനോട് ഞാൻ അകലമല്ല. 1-ാം നൂറ്റാണ്ടിലെ സഭയോട് ഞാൻ എത്രയും അടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ 7-ാം നൂറ്റാണ്ടിലെ അവസാന നൂറ്റാണ്ടിലെ സഭയോടും ഞാൻ അടുത്തിരിക്കുന്നു എന്ന് ആശയം ചേർന്നുമാറ്. നിനക്ക് പ്രത്യേകത കൂടുതലൊന്നുമില്ല, എല്ലാവർക്കും ഒരേ പരിഗണനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 2-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ നന്മ വശങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാം. ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. 3-ാം വാക്യത്തിൽ നിനക്ക് സഹിഷ്ണുതയുള്ളതും, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു, ഇതെല്ലാം നിൻ്റെ നല്ല ഗുണമാണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ അറിയുന്നു. നമ്മളെ അറിയുന്നവനായൊരു ദൈവം. ഞാൻ പറഞ്ഞു, അവസാനം ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ, എല്ലാ സഭയിലുമുള്ള എല്ലാവർക്കും ബാധകമാണ്. നമ്മെ അറിയുന്നവനായൊരു ദൈവം. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ദൈവവേദനെ, നിങ്ങളെ നന്നായി അറിയുന്നവനായൊരു ദൈവം, കപടതയില്ലാതെ ദൈവസന്നിധിയിൽ വരുന്ന, 2 മുഖം കാണിക്കാതെ ഒരേ മുഖത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന, സഭയോട് ദൈവത്തിൻ്റെ നാമത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന, മറ്റ് കർത്തൃദാസന്മാരോടും മറ്റ് ദൈവമക്കളോടും പറ്റിച്ചേർന്ന് നിൽക്കുന്ന ആത്മാർത്ഥതയുള്ള ദൈവവേദനെ, നമ്മളെ നന്നായി അറിയുന്നവനായൊരു ദൈവമുണ്ട്. ലോകം പലതും അറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്നവനായൊരു ദൈവമുണ്ട്. ഞാൻ നിന്നെ അറിയുന്നു. 1, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവനവൻ ചെയ്യുന്ന പ്രവൃത്തി. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമല്ല. ഒരു തിയോളജി ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ആഗ്രഹങ്ങളെ പ്രവൃത്തിയായി കണക്കിടുന്ന ദൈവം. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ, ഐ ഹാവ് എ ബിഗ് ഹാർട്ട്, ബട്ട് ഓൺലി തിങ് ഐ ആം അൺഎബിൾ ടു ഡു. ഐ ഡോണ്ട് ഡു, ബട്ട് ഐ ഹാവ് എ ബിഗ് ഹാർട്ട്. ഒരുപാടൊക്കെ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, ചെയ്യുന്നില്ലെന്ന് മാത്രം. പാസ്റ്റർ, എല്ലാ മീറ്റിങ്ങിനും വരണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, വരികയില്ലെന്ന് മാത്രം. ഒരുപാട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പ്രാർത്ഥിക്കുകയില്ലെന്ന് മാത്രം. എനിക്ക് താല്പര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, നിനക്ക് താല്പര്യമല്ല, നിനക്ക് പ്രവൃത്തിയുണ്ട്. എൻ്റെ കർത്താവ് നമുക്ക് പ്രതിഫലം തരുന്നത് താല്പര്യത്തിനല്ല. ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത് വിശ്വാസത്തിനല്ല, പകരം നമ്മുടെ പ്രവൃത്തിക്കാണ്.
ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കടുത്ത് പ്രതിഫലമുണ്ടെന്ന് പറയുന്നവനായ കർത്താവ് ഇവിടുത്തെ 1-ാം നൂറ്റാണ്ടിലെ സഭയോട്, അല്ലെങ്കിൽ 1-ാം സഭയോട് പറയുകയാണ്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദിയിലെ നമുക്ക് പ്രവൃത്തി ഉണ്ടോ എന്ന്, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി, നമ്മുടെ താല്പര്യം പോലൊരു പ്രവൃത്തി നമുക്കുണ്ടോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യാം. 2, ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു. പ്രവൃത്തിയും പ്രയത്നവും, 2-ാമത്തെ വാക്യം, 2-ാം അധ്യായം 2-ാം വാക്യം. പ്രവൃത്തിയും പ്രയത്നവും. പ്രയത്നമെന്ന് പറയുന്നത് പ്രവൃത്തിയേക്കാൾ കൂടുതലായ ഒന്നാണ്. ഞാൻ സഭാ ഹാളിനോട് ചേർന്ന് താമസിക്കുന്ന ഒരാളാണ്. ഒരു സമയത്ത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയായിരുന്നു സഭാരാധന നടക്കുന്ന ഇടം. അഥവാ അന്ന് പാഴ്സനേജും സഭാ ഹാളും കൂടെ പണിത സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ പാഴ്സനേജും അതിനകത്ത് ഞാൻ താമസിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ആരാധനയും നടന്നിരുന്ന ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു 40 ചുവട് നടന്നാൽ എത്തുന്ന അകലത്തിൽ, റെസിഡൻസിൽ നിന്നും 40 ചുവട് നടന്നാൽ എത്തുന്ന അകലത്തിൽ ഒരു ഹോളിനകത്ത് ആരാധിച്ച സമയം എനിക്ക് ഓർമ്മയുണ്ട്. 2ാമത് സഭാ ഹോള് പണിയുന്ന സമയത്ത് 18 സ്റ്റെപ്പും കൂടെ, 40 അടി നടന്നു കഴിഞ്ഞ ശേഷം 18 സ്റ്റെപ്പും കൂടെ മുകളിലോട്ട് കയറണമായിരുന്നു സഭാ ഹോളിനകത്തിയല്ല. ഞാനായിരിക്കും പലപ്പോഴും സഭയിൽ ആദ്യമായി വരുന്ന വ്യക്തി. അതെനിക്കൊരു വിഷയമേ അല്ല. കാര്യം ഞാൻ താമസിക്കുന്നത് അവിടെ തന്നെ, അതിൻ്റെ തൊട്ട് തന്നെയാണ്, അതേ കോമ്പൗണ്ടിൽ തന്നെയാണ്. അതിനകത്തൊരു പ്രയത്നത്തിൻ്റെ ആവശ്യം വരുന്നില്ല, അതെൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ 20 കിലോമീറ്റർ അകലെ നിന്ന് വരുന്നവർ നമ്മുടെ ചർച്ചിലുണ്ടായിരുന്നു. അവരതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച ശേഷം വളരെ അധ്വാനിച്ചും ബുദ്ധിമുട്ടിയുമാണ് എത്തുന്നത്. സിറ്റിയുടെ ട്രാഫിക്കിനകത്തൂടെ ഓടിച്ചൊക്കെ വരിക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാണ്. അവർക്ക് പ്രവൃത്തി മാത്രമല്ല, പ്രയത്നവുമുണ്ട്. ഈ സമയത്ത് എനിക്കൊരു പ്രത്യേക കുടുംബത്തെ ഓർമ്മയുണ്ട്. ആ കുടുംബം ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ഏറെക്കുറെ 30 വർഷങ്ങൾക്ക് മുമ്പേ ആ കുടുംബം, 30 വർഷങ്ങൾക്ക് മുമ്പേ ആ കുടുംബം ഇതുപോലെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരു കുടുംബമാകയാൽ പലപ്പോഴും 25 കിലോമീറ്റർ ദൂരെ നിന്നാണ് വരുന്നതെങ്കിലും ബസ്സിൽ മുഴുവൻ കയറാൻ പണം പോലും ഇല്ലാഞ്ഞ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പിന്നെ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും സഹായിച്ചേനെ. അവരുടെ ബുദ്ധിമുട്ടിൽ, ഇല്ലായ്മയിൽ ആരോടും പറയാതെ ഒരുപാട് ദൂരം നടന്നു. ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച് രാത്രിയിൽ 11 മണിക്കൊക്കെ എഴുന്നേറ്റ് നടന്ന് ഈ ദൂരം കവർ ചെയ്ത്, കംപ്ലീറ്റ് ദൂരം 25 കിലോമീറ്ററോളം കവർ ചെയ്ത് നേരം വെളുക്കുന്നതിന് മുന്നമേ സഭാരാധനയ്ക്ക് എത്തിയ സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പക്ഷേ അവരെന്നേക്കാൾ ലേറ്റായിട്ടായിരിക്കാം വന്നത്. ഞാൻ അതിനേക്കാൾ മുമ്പേ എഴുന്നേറ്റ് വെളുപ്പിനെ 5 മണിക്ക് പോയി കാണാം. എനിക്ക് പ്രവൃത്തിയേ ഉള്ളൂ, അവർക്ക് പ്രയത്നം കൂടെ കാഴ്ചവെക്കേണ്ടതുണ്ട്. ഇന്നും പ്രയത്നം കാഴ്ചവെക്കുന്നവർക്കായി സ്തോത്രം. എല്ലാം ഒന്നും ഈസി ആയിട്ടല്ല പോകുന്നത്. പക്ഷേ എനിക്ക് വരാൻ പ്രയാസമാണ് എന്ന് പറയുന്നവർ പലരുണ്ട്. എനിക്ക് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ അറിയേണ്ടവനത് അറിയുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിൻ്റെ പ്രയത്നം അറിയുന്നു. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ, പ്രയത്നത്തിനൊത്തവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ തൻ്റെ കയ്യിൽ ഉള്ളവൻ പറയുകയാണ്, ഞാൻ എൻ്റെ പ്രവൃത്തിയും പ്രയത്നവും അറിയുന്നു. 3, ഞാൻ നിൻ്റെ സഹിഷ്ണുത അറിയുന്നു. ദൈവത്തിന് വേണ്ടി പലതും സഹിക്കുവാൻ എൻ്റെ കഴിവ് കുറവാണ്, പരിമിതമാണ്. നിസ്സാര വിഷയത്തിന് മുമ്പിൽ ചിലർ കോപിക്കാറുണ്ട്. വളരെ പരിമിതമായ വിഷയത്തിന് മുമ്പിൽ ചിലർ പരിഭവപ്പെടാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ സഹിഷ്ണുത എത്രയുമുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. സഹിഷ്ണുത കാണിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നേക്കാൾ സഹിഷ്ണുതയുള്ള എത്രയോ പേരുണ്ട്. നിൻ്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു. 1-ാം നൂറ്റാണ്ടിലെ സാഹചര്യത്തിൽ സഭയുടെ ഗൗരവമേറിയ പീഡകൾ നടക്കുമ്പോൾ വസ്തുക്കളുടെ അപഹാരം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭയോട് വസ്തുക്കളുടെ അപഹാരം, ഏതായാലും ക്രിസ്ത്യാനി ആയതല്ലേ, പെന്തിക്കോസിൽ പോയതല്ലേ, ഇവൻ്റെ വസ്തുവകകൾ കൊടുക്കണ്ട, ഇവൻ്റെ പ്രൊമോഷൻ കൊടുക്കണ്ട, ഇവൻ്റെ നന്മ കൊടുക്കണ്ട, ഇവന് വരുവാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണ്ട എന്നെല്ലാം പറഞ്ഞ് അനേകർ മാറ്റി നിർത്തുമ്പോൾ, പരിഹസിക്കുമ്പോൾ, പുറം തള്ളുമ്പോൾ സന്തോഷത്തോടെ സഹിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ ഇങ്ങനെ പാട്ടുപാടിയായിരുന്നു: കഷ്ടതകൾ സഹിപ്പാൻ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. കഷ്ടതകൾ ദൈവമേ എൻ അവകാശം തന്നെ അത്രേ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം എന്നൊക്കെ പാടിയ കർത്തൃദാസന്മാരുണ്ട്. അവർ സഹനശക്തി ഉള്ളവരായിരുന്നു, സഹിപ്പാൻ കഴിയുള്ളവരായിരുന്നു. നമുക്കും അതുണ്ടാവണം. കാര്യം അവസാന സഭയോട് വരെ ഈ കാര്യം പറയുന്നുണ്ട്, സഹിഷ്ണുതയും. അടുത്തത്, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും. എന്ന് പറഞ്ഞാൽ 1-ാം സഭയിൽ തന്നെ കൊള്ളരുതാത്തവരുണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു, നിശ്ചയമായിട്ടും. തൻ്റെ അനന്യാസിനെ സഫീറയും കുറിച്ച് കൊള്ളരുതാത്തവരെന്ന് ഞാൻ വിളിക്കുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്തവരാണ്.
അപ്പോൾ ഏതാണ്ടൊക്കെ പെശകുണ്ടായിരുന്നു. ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും ഇടർച്ചകൾ വരുത്തുന്നവൻ അയ്യോ കഷ്ടം, ഇടർച്ചകൾ വരേണ്ടത് ആവശ്യം തന്നെ എന്ന് 1-ാം നൂറ്റാണ്ടിലെ 1-ാം കാലഘട്ടത്തിലെ സഭയോട് യേശുവും അപ്പോസ്തലന്മാരും പറഞ്ഞെങ്കിൽ നിശ്ചയമായും കൊള്ളരുതാത്തവർ അന്നും ഉണ്ടായിരുന്നു, ഇടർച്ചകൾ വരുത്തുന്നവർ അന്നും ഉണ്ടായിരുന്നു. ഇടർച്ച വരുത്തുന്നവരെ, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും. നിന്റെ സഹനശക്തിയൊക്കെ വേറൊരു വിഷയം. പക്ഷേ ദൈവസഭയുമായി തൊട്ടുവരുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അംഗീകരിക്കുവാൻ പലപ്പോഴും കഴിയാതെ വരും. നിന്റെ സഹനശക്തി വേറൊന്ന്. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും. അടുത്തത് ഗൗരവമേറിയ കാര്യമാണ്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. ഇത് കൂടുതൽ ഗൗരവമാണ്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്ന കള്ളയപ്പോസ്തലന്മാർ. യേശു ക്രിസ്തു പറയുമ്പോൾ അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാരുണ്ടാകും. അപ്പോൾ ആദ്യകാലത്തോ? അയ്യോ, ആദ്യകാലത്തെ സഭയോട് പറയുന്നതാണ്, നമുക്കും ബാധകമാണ്. ആദ്യകാലത്തെ സഭയുടെ ദൂതനെ സ്പെസിഫിക്കലി വിളിച്ചേച്ച് പറയുകയാണ്, കള്ളയപ്പോസ്തലന്മാർ വരും. 1-ാം നൂറ്റാണ്ടിൽ ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ചും കള്ളയപ്പോസ്തലന്മാരെക്കുറിച്ചും ഒരുപാട് പരാമർശങ്ങൾ ബൈബിളിൽ കാണാം. യോഹന്നാൻ അപ്പോസ്തലൻ അത് എടുത്തു പറഞ്ഞു, യൂദ അപ്പോസ്തലൻ അത് എടുത്തു പറഞ്ഞു, പത്രോസ് അപ്പോസ്തലൻ അത് എടുത്തു പറഞ്ഞു. ഇവിടെ യേശുവിൻ്റെ വാഗൊണ്ട് പറയുകയാണ്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് കളവായി പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. അവരെ പരീക്ഷിക്കുവാനുള്ള ഗട്ട്സ് നീ കാണിച്ചു, അതിനുള്ള മനക്കെട്ട് നീ എടുത്തു. അവരെ കള്ളന്മാരെന്ന് വിധിക്കുവാനും പരസ്യമായി പറയുവാനുമുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നു. അതൊക്കെയും നല്ലത്. ഞാൻ വെളിയിലിറങ്ങി നടന്ന് പരസ്യം കൊടുത്ത ചരിത്രമല്ല പറഞ്ഞത്, അങ്ങനെ കൊടുത്തതായിട്ട് എനിക്കറിവില്ല. എന്നാൽ ദൈവസന്നിധിയിൽ സഹോദരന്മാരെ രാപ്പകലപവാദം പറയുന്ന ഒരു അപവാദിയുണ്ട്. അവൻ്റെ ആത്മാവ് ഉള്ളത് കൊണ്ടാണല്ലോ നിശ്ചയമായിട്ടും ഇവരും കള്ളയപ്പോസ്തലന്മാരായി മാറിയത്. ഒരു അപ്പോസ്തലനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പൂർണ്ണ സഹിഷ്ണുതയാലും അപ്പോസ്തലത്വത്തിൻ്റെ ലക്ഷണങ്ങൾ തെളിയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം യേശു വിളിച്ച് അയച്ചവരെന്ന്. യേശു വിളിച്ച് അയച്ചു. ഞാനിവിടെ തൊടുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയോട് വിരോധ മനോഭാവം കാണിക്കേണ്ടതിനല്ല. അപ്പോസ്തോലികത്വത്തിലേക്ക് ഉയരുവാൻ താല്പര്യപ്പെടുന്നവർക്ക് മാർഗദർശിയായി യേശു തൻ്റെ അപ്പോസ്തലന്മാരെ 12 അപ്പോസ്തലന്മാരെ അരികിൽ വിളിച്ചു. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിപ്പാൻ അയപ്പാനും, ലൂക്കോസിൻ്റെ സുവിശേഷ പ്രകാരം പ്രസംഗിപ്പാൻ അയപ്പാനും, അശുദ്ധാത്മാക്കളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിനും, രോഗികളെ സൗഖ്യമാക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിനും അവരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചു. അപ്പോസ്തലന്മാരെന്ന വാക്കിന് അയക്കപ്പെട്ടവർ എന്നൊരർത്ഥമുണ്ട്. കർത്താവ് ഒരു വ്യക്തിയെ അയച്ചാൽ പോയേച്ചു എന്ന് പറഞ്ഞ് വിടുകയല്ല, ദൗത്യങ്ങൾ ഏൽപ്പിച്ചേ അയക്കാറുള്ളൂ. എന്തായിരുന്നു അപ്പോസ്തലന്മാരെ പൊതുവെ ദൈവം ഏൽപ്പിച്ച ദൗത്യം? നിങ്ങൾ പോകുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവീൻ, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവീൻ, നിങ്ങൾ പോകുമ്പോൾ മരിച്ചവരെ ഉയർപ്പിപ്പീൻ, നിങ്ങൾ പോകുമ്പോൾ സുവിശേഷം പ്രസംഗിപ്പീൻ എന്നിത്യാദി ഒരു കൂട്ടം. സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുന്നമേ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ അവരെ ഏൽപ്പിച്ചു. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും അവർ തൻ്റെ അപ്പോസ്തോലികത്വത്തിൻ്റെ തെളിവ് അവർ കാഴ്ചവെച്ചു എന്ന് പറയുന്നു. അടുത്തത്, സഭകളുടെ രൂപീകരണം അപ്പോസ്തലന്റെ ലക്ഷണങ്ങളാണ്. ഒരു സഭയിൽ പോയി ശുശ്രൂഷിക്കുക എന്നത് വളരെ നല്ലത്, പാസ്റ്റേഴ്സിന് പ്രധാനമായിട്ടും അതാണ് ദൗത്യം. എന്നാൽ അപ്പോസ്തലന്മാരുടെ ദൗത്യമാണ് സഭകൾ സ്ഥാപിക്കുക, സഭകൾക്ക് ആരംഭം കുറിക്കുക എന്നത്. ഒരു അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾക്കായി സ്തോത്രം. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ, അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ നീ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടു. പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ നിശ്ചയമായും പുതിയ സഭ ഉണ്ടാക്കിയെന്ന് നോക്കുക മാത്രമല്ല, അത് നോക്കുന്നത് നല്ലതാണ്. ഒരു വ്യക്തിയുടെ പ്രവൃത്തി എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്ന് ചോദിക്കുന്നത് കൊള്ളാം. എന്നോട് സംസാരിക്കുന്ന ചുരുക്കം ചിലരോട് ആവശ്യം വന്നപ്പോൾ മാത്രം ഞാൻ തിരിച്ച് അവരെക്കുറിച്ച് അപഗ്രഥിപ്പാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു വർഷം എത്ര ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുന്നു, എത്ര ആത്മാക്കൾ ഇദ്ദേഹത്തിൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നു, താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലേക്ക് എത്ര പുതിയ ആത്മാക്കളെ താൻ കൊണ്ടുവരുന്നു.
പല സുവിശേഷകന്മാരും അവർ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് സഭാപ്രവർത്തനങ്ങളിൽ അവരവരുടെ ലോക്കൽ സഭയുടെ പ്രവർത്തനങ്ങളിൽ അധികം പങ്കെടുക്കുവാൻ അവർക്ക് കഴിയുകയില്ല. എങ്കിലും വേദപുസ്തകത്തിൻ്റെ തത്വപ്രകാരം എല്ലാ വ്യക്തിക്കും അവനവൻ്റെ ലോക്കൽ സഭയുമായി ബന്ധം വേണം. ഇന്നത്തെ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കോവിഡ് അനന്തര സഭയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്ന പ്രധാന ബലഹീനതകളിൽ ഒന്ന് ഇലക്ട്രോണിക് ചർച്ചിൻ്റെ മെമ്പേഴ്സായി ആളുകൾ മാറുകയാണ്. ഇലക്ട്രോണിക് ചർച്ചിൻ്റെ മെമ്പേഴ്സായി ടെലിവിഷനിലും ഒരു പക്ഷെങ്കിൽ യൂട്യൂബിലും മറ്റ് മീഡിയകളിലും ദൈവവചന ശുശ്രൂഷയും ആരാധനയും കാണും. അതിൻ്റെ മാത്രം മെമ്പേഴ്സായി ആരാധന കണ്ടുകൊണ്ടിരിക്കുകയാണ്. പകരം ആരാധനയിൽ ഭാഗവാക്കാകുവാൻ ഒരു ലോക്കൽ സഭയിൽ പോകുവാൻ പലർക്കും കഴിയാതെ വരുന്നു. മറക്കരുതേ, രണ്ട് സക്കായി എന്ന മനുഷ്യനെ ഞാൻ പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. സക്കായിക്ക് യേശുവിനെ കാണണമെന്ന് താല്പര്യമുണ്ട്. അന്ന് ടി വി ഇല്ല, അതുകൊണ്ട് അയാൾ ഓർത്തു ഒരു കാട്ടത്തിയെ കയറി കാണാമെന്ന്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം അറിഞ്ഞ യേശു കാട്ടത്തിയുടെ ചുവട്ടിൽ ചെന്നേച്ച് മുകളിലോട്ട് നോക്കി വിളിച്ചു, സക്കായി വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. നിനക്കെന്നെ പാത്തിരുന്ന് കണ്ടേച്ചുവാനായിരുന്നു താല്പര്യം. നമ്മുടെ പല സൂം മീറ്റിങ്ങുകളിലും വരുന്നവർ ഈ സക്കായിയെ പോലെ പാത്തിരുന്ന് കണ്ടേച്ചു പോകുന്നവരാണെന്ന് ഞാൻ പറയാറുണ്ട്. ഇന്നത്തെ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു സഭയുമായി നിങ്ങൾക്ക് സത്യമായ ബന്ധമില്ലെങ്കിൽ, റിയൽ സഭയുമായി നിങ്ങൾക്ക് വ്യക്തമായ ബന്ധമില്ലെങ്കിൽ അങ്ങനൊരു ബന്ധം ഉണ്ടാകണം എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ. ഞാനിത് പറഞ്ഞതുകൊണ്ട് സഭ എന്ന പദത്തെക്കുറിച്ച് ഒരു കൊച്ചു വിശദീകരണം ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും, അടുത്തത് നിനക്ക് സഹിഷ്ണുതയുള്ളതും. സഹിഷ്ണുതയെക്കുറിച്ച് വീണ്ടും എടുത്തു പറയുക. സഹിഷ്ണുത ഒരു പ്രാവശ്യം പറഞ്ഞതാ. കർത്താവ് പറഞ്ഞു അതൊന്ന് പറഞ്ഞ പോരാ, 2 പ്രാവശ്യം എടുത്തു പറയത്തക്കതുപോലെ അവർ ഇരട്ടി മാനത്തിന് യോഗ്യരാ. അവർ ഒരുപാട് പരീക്ഷ സഹിച്ചവരാ, സഹിഷ്ണുത ഉള്ളവരാ. എൻ്റെ നാമനിമിത്തം സഹിച്ചതും അക്കാര്യം തന്നെ അല്ലയോ ഈ പറഞ്ഞത്. പിന്നെ ആവർത്തിക്കുക. എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ അത് നന്നായി മാനിക്കുന്നവനായൊരു ദൈവമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിൽ വന്നു കയറുമ്പം, എൻ്റെ കൊച്ചുമക്കൾ പ്രധാനമായും, ചർച്ചിനകത്ത് എനിക്ക് ഒത്തിരി കൊച്ചുമക്കളുണ്ട്. അവരെൻ്റെ കയ്യിൽ വന്നു കയറുന്ന സമയത്ത് 1 ഉമ്മ തന്നു, 2 ഉമ്മ തന്നു, 3 ഉമ്മ തന്നു. ഉമ്മയൊന്നും എനിക്കൊരു പ്രയോജനവും വരുത്തത്തില്ല, പിള്ളേരും ഇത് കൊണ്ടുപോകത്തില്ല. പലപ്പോഴും ഞാൻ ഉമ്മ കൊടുത്തു കഴിയുമ്പോൾ പിള്ളേർ തുടച്ച് കളഞ്ഞേച്ചാണ് പോകുന്നത്, അവരെൻ്റെ ഉമ്മ കൊണ്ടുപോകത്തില്ല എന്നൊക്കെ ഇരുന്നാലും പിന്നെ ഉമ്മ തരാൻ അവർക്കും താല്പര്യമാണ്, പിന്നെ ഉമ്മ കൊടുക്കാൻ എനിക്കും താല്പര്യമാണ്. എന്തുകൊണ്ടാണ്? അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, അവരോടുള്ള ലാളന കൊണ്ടാണ്. കർത്താവ് പറഞ്ഞു നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നിമിത്തം നീ സഹിച്ചതും നീ തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അവൻ ഒരുപാട് കാര്യങ്ങൾ യേശു എടുത്തു പറയിച്ചു, പിന്നെ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ അറിയുന്നു. നമ്മെ അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അതുപോലെ പ്രശംസിക്കുന്നവനായ ഒരു യേശുവിനെക്കുറിച്ച് കാണാം. നല്ല കാര്യങ്ങളെല്ലാം കൂടെ പറയുക. സഭ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ ഭാഗം ആവർത്തിക്കട്ടെ. നമ്മൾ 1-ാം സഭയോടുള്ള ലേഖനത്തിലാണ് നിൽക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് കാത്തിരുന്നവരുടെ മേൽ വരികയും അവർ ആത്മാവിൽ അഭിഷക്തരാകുകയും അന്ന് സഭ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. പുതിയ നിയമത്തിൽ സഭ എന്ന പദപ്രയോഗം ആദ്യമായി കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലാണ്. സഭ എന്ന പദപ്രയോഗം കാണാം. ദൈവം സഭ അന്നിവിടെ സ്ഥാപിച്ചു. അന്നു മുതൽ കർത്താവ് യേശുവിൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരിൽ ഒരാളാണ്. അങ്ങനെ കാത്തിരിക്കും ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ ഭൂമുഖത്തിന്നുണ്ട്. അങ്ങനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, ഏണസ്ലി വെയിറ്റിംഗ്. ആ പദം ഞാൻ ബാംഗ്ലൂരിലെ ചർച്ചിൽ കൂടെ പറയാറുണ്ട്. ഏണസ്ലി വെയിറ്റിംഗ്, ആത്മാർത്ഥമായി തൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്ത് പ്രത്യാശയോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. സഭ ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. നാം ഒരുമിച്ച് യേശുവിനെ എതിരേൽക്കുവാൻ മേഘത്തിൽ എടുക്കപ്പെടും. ഈ സഭയെ പരിശുദ്ധാത്മാവാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. യേശുവിൻ്റെ മടങ്ങിവരവെങ്കിൽ സഭ എടുക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവും ഇവിടെ നിന്ന് എടുക്കപ്പെടും. വേറൊരു ഭാഷയിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ആത്മാവ് മണ്ണിൽ ഇറങ്ങി വന്ന് സഭയെ സ്ഥാപിച്ചു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് സഭയുമായി ഇവിടെ നിന്ന് കരയേറിപ്പോകും. അതുവരെയുള്ള കാലഘട്ടത്തെയാണ് സഭാ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ആത്മാവിനാൽ ഇവിടെ ആരംഭിച്ച്
ആത്മാവിനോട് കൂടെ ഇവിടെ നിന്ന് കരേറിപ്പോകുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് സഭാ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. അതിനെയാണ് 7 ചിത്രീകരിച്ച് നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 1 കാലഘട്ടത്തിലെ സഭയിൽ സംഭവിച്ചിരുന്നതായ കാര്യങ്ങളാണ്. ഇനി 4 വാക്യത്തിൽ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ലേഖനങ്ങളുടെ എല്ലാം പ്രത്യേകത, 1 കാര്യം നല്ല കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറയും. നല്ല കാര്യങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം കർത്താവ് ഒരു അപ്രീസിയേഷൻ അറിയിക്കും. അതെ, നമ്മളെക്കുറിച്ചും നല്ല കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അപ്രീസിയേഷൻ അറിയിച്ചു. അതിൻ്റെ അർത്ഥം തെറ്റായ കാര്യങ്ങൾ വിട്ടുകളയുമെന്നല്ല, അല്ല, തെറ്റായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. 4 വാക്യത്തിൽ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം പോയി. വേറൊരു വാക്യത്തിൽ അതിക്രമം പെരുകുന്നതുകൊണ്ട് പലരുടെയും ആദ്യ സ്നേഹം പോകും, തണുത്തു പോകും എന്നൊരാശയം ദൈവവചനത്തിൽ കാണാം. പ്രത്യേകിച്ചും ഈ അന്തിമകാലത്ത് അത് വളരെ അധികമാണ്. അതിക്രമക്കാരുടെ അതിക്രമം പെരുകുന്നതോടുകൂടെ അതിക്രമത്തിൻ്റെ ആധിക്യത്താൽ പലരുടെയും സ്നേഹം കുറഞ്ഞു പോകും, സ്നേഹം തണുത്തു പോകും എന്നൊരു പദം കാണാം. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ തന്നെ ആദ്യ സ്നേഹം കുറഞ്ഞു. എൻ്റെ ആദ്യ സ്നേഹം കുറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. 1, ദൈവത്തോടുള്ള സ്നേഹം. രക്ഷിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആദ്യ സ്നേഹം ഒരു പക്ഷേ 50 വർഷം കഴിയുമ്പോൾ കണ്ടെന്ന് വരത്തില്ല, കുറഞ്ഞെന്ന് വരും. അങ്ങനെ വരാതിരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അത് കറക്ഷനും തന്നിട്ടുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഈ ഒരു കുറവ് തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്, വേറെയും കുറവുകൾ പറഞ്ഞിട്ടുണ്ട് സഭയ്ക്ക്. 1, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. 2, 6 വാക്യത്തിൽ എങ്കിലും നിക്കലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നിക്കലാവിയർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഇവിടെ കാണാം. അവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു, അതൊരു നന്മയാണ്. പക്ഷേ നിക്കലാവിയർ ഉണ്ടായി എന്നുള്ളതൊരു തിന്മയാണ്. നിക്കലാവിയർ സഭയിലുണ്ടായി. അതിന് സഭയെ കർത്താവ് കുറ്റം പറയുന്നില്ല. ഒരു വ്യക്തി പാപം ചെയ്തതുകൊണ്ട് സഭയുടെ കുറ്റമല്ലത്. നിന്റെ സഭയിൽ നിന്ന് ഒരാൾ വെറ്റ മുറുക്കാൻ പോയില്ലയോ, നിന്റെ സഭയിൽ നിന്ന് ഒരാൾ മദ്യം കഴിക്കാൻ പോയില്ലയോ എന്ന് ചർച്ചിൻ്റെ കുറ്റമല്ല, ആ ഒരു വ്യക്തിയുടെ കുറ്റമാണ്. പക്ഷേ ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയോ ചോദ്യം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് സഭയുടെ കുറ്റമാണ്. പക്ഷേ ഒരു വ്യക്തി ഒരു തെറ്റിൽ അകപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് സഭയുടെ കുറ്റമല്ല. എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അപ്പോൾ ഒരു നന്മ കൂടെ അവിടെ ആഡ് ചെയ്തു. 6 വാക്യത്തിൽ നിക്കലാവിയർ വന്നു എന്നത് ഒരു തിന്മയായി കാണുവാൻ കഴിയും. ഇനിയും അതിൻ്റെ കറക്ഷൻ എന്താ? 5 വാക്യത്തിൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക. നമുക്കെല്ലാം തിരിഞ്ഞോർക്കാനൊരു സമയം വേണം. അവനവനെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാൻ. പലപ്പോഴും മറ്റൊരാളിനെ ശോധന ചെയ്യുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുക, അവനവനെ തന്നെ ശോധന ചെയ്യുന്ന ഒരു ചിന്താഗതി സഭയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മിൽ ഉണ്ടായിരിക്കണം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് ഇരുന്ന് കണക്ക് കൂട്ടുമ്പോഴറിയാം. ഞാൻ സാധാരണഗതിയിൽ എൻ്റെ കൊച്ചു കുടുംബത്തിൽ എനിക്ക് 2 മക്കളും 2 മരുമക്കളും ഇപ്പം 3-4 കൊച്ചുമക്കളുമുണ്ട്. എല്ലാവരും ഒന്നും ഇവിടെ കാണത്തില്ല. എന്നാൽ കഴിവുള്ളിടത്തോളം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാൻ ഒരു മാസത്തിൽ ഒരു ദിവസം വെച്ച് വേറെ തിരിച്ചിരുന്ന ഒരു സമയമുണ്ട്. ഇന്ന് അതും നടക്കുന്നില്ല. കാര്യം കൊച്ചുമക്കളിൽ പലരെയും ഒരിക്കലും കൈ കിട്ടാറില്ല. അവരൊക്കെ അവരവരുടെ ലോകത്തിലാണ്, അവരവരുടെ കാര്യങ്ങളിലാണ്. നിശ്ചയമായും ദൈവസഭയുടെ നിയമത്തിന് പുറത്തല്ല, അതിനകത്താണെങ്കിൽ തന്നെ അവരുടെ പഠനമായി, അവരുടെ ജോലിയായി, അതുമൊക്കെയായി അവർ കുറച്ച് സമയം പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് സമയമെടുക്കാൻ പലപ്പോഴും കഴിയാതെ വരും. എങ്കിലും കഴിവുള്ളിടത്തോളം മാസത്തിൽ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചിരിക്കും. എന്തായിരുന്നു നമ്മുടെ വിളി? എന്തായിരുന്നു കാഴ്ചപ്പാട്? എവിടുന്നാണ് ആരംഭിച്ചത്? എവിടം വരെ എത്തി? ഒന്ന് സ്വയം വിലയിരുത്തുന്ന പതിവുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ എന്നെ തന്നെ സ്വയശോധന ചെയ്യാറുണ്ട്. എൻ്റെ ഭാര്യയുമായി ഞങ്ങളിരുന്ന് സംസാരിക്കാറുണ്ട്. എന്തായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട്? നമ്മൾ അതിൽ നിന്ന് താഴോട്ട് പോയോ അതോ മുകളിലോട്ട് വന്നോ? താഴോട്ട് പോയി എന്ന് കാണുമ്പോൾ ദുഃഖത്തോടെ കറക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയും മുകളിലോട്ട് പോയി എന്ന് കാണുമ്പോൾ അതിനകത്തൊരാശ്വാസം കണ്ടെത്തുകയും ഞങ്ങളുടെ പതിവാണ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് സഭയുടെ സീനിയർ മെമ്പേഴ്സ് ഒരുമിച്ച് ചേർന്ന്, അല്ലെ ലീഡർഷിപ്പ് ഒരുമിച്ച് ചേർന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും ഞങ്ങൾ ഇരിക്കാറുണ്ട്. ഒരു പക്ഷേ ഒരു സീനിയർ പാസ്റ്റർ, പ്രത്യേകിച്ചും പ്രായമുള്ള ഒരാൾ എന്ന സാഹചര്യത്തിൽ ചില സമയത്ത് എനിക്കത് ഒത്തൊന്നും വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ട്, ചുമതലകൾ നോക്കുന്നവർ പലരുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ അത് നോക്കും.
ഓരോ ഏരിയയിലുമുള്ള ലീഡേഴ്സ് ഒരുമിച്ചിരുന്ന് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ കണക്ക് നോക്കാറുണ്ട്. ഇങ്ങനെ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, എവിടെയെങ്കിലും വീണുപോയി എന്ന് തോന്നിയാൽ മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്നത് നാം രക്ഷിക്കപ്പെടുന്ന ആ കാലങ്ങളിലുള്ള, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്ന ആ കാലങ്ങളിൽ മാത്രമുള്ള ഒരു നടപ്പാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അല്ല, നീ മാനസാന്തരപ്പെട്ട്, മാനസാന്തരം കൂടെ വേണം. മനസ്സിൻ്റെ നവീകരണം എന്നും വേണം. പുതിയ നിയമം പറയുന്നത് ആത്മാവിൻ്റെ നവീകരണത്തിലേക്ക് നിങ്ങൾ വരണം. വീണ്ടും വീണ്ടും നമ്മെ തന്നെ നവീകരിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉടുപ്പ് ഒരു ആഴ്ച അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഒന്നുകൂടെ കഴുകി വീണ്ടും അത് ഒന്നുകൂടെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഒരു പുതിയതുപോലെ തോന്നും. പുതിയതുപോലെ തോന്നും. ഒരു നവീകരണം ആ ഉടുപ്പിന് ആവശ്യമാണ്. ഉടുപ്പ് മാറത്തില്ല. ഉടുപ്പ് മാറണമെങ്കിൽ അതിന് കേടുവരണം. അതുവരെ അത് മാറത്തില്ല. എന്നാൽ നവീകരണം ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാണ്. യേശു പറഞ്ഞു, കുളിച്ചിരിക്കുന്നവരായ നിങ്ങളെ രണ്ടാമത് തല മുതൽ ഒന്നുകൂടെ കുളിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും നടന്ന് നിങ്ങളുടെ കാലൊന്ന് കഴുകിയേ മതിയാവും. നമുക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിനോടൊന്ന് അടുത്തു വരാം. യേശുവിൻ്റെ ചങ്കിൽ നിന്ന് ചോരയും വെള്ളവും ഒരുമിച്ചൊഴുകി എന്ന് വായിക്കുന്ന ചോരയിൽ നമ്മൾ ഒരിക്കലായി കുളിച്ചവരാ. എന്നാൽ ആ വെള്ളത്തിൽ കൂടെ നമ്മുടെ കാലുകൾ കഴുകി വേണം വരാൻ. കർത്താവിൻ്റെ തിരുമേശയ്ക്ക് വേണ്ടി വരുമ്പോൾ അവനവനെ സ്വയശോധന ചെയ്യണം എന്ന് തിരുവചനം പറയുന്നു. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കർത്തൃമേശയ്ക്ക് വേണ്ടി ഇരുന്നിരുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും അവർ അപ്പം നുറുക്കേണ്ടതിന് ഒരുമിച്ച് കൂടുമായിരുന്നു. അപ്പം നുറുക്കുവാൻ ഒരുമിച്ച് കൂടുന്ന സാഹചര്യത്തിൽ തന്നെത്താൻ ശോധന ചെയ്യുന്നത് അതിപ്രധാനമായൊരു കാര്യമായിരുന്നു. ഇങ്ങനെ ഓർത്ത് മാനസാന്തരപ്പെട്ട് അടുത്തത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നമ്മളിപ്പം പണ്ടത്തെ പോലെ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങ് പഴയ ആ പ്രവൃത്തികളിൽ തുടരാനല്ല. നോ, ചേഞ്ച് ചെയ്തേ മതിയാകും. ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യം ചെയ്തിരുന്ന പ്രവൃത്തി ചെയ്യുക. ഞാനിവിടെ എഗെയിൻ ഒരു കാര്യം പറയാം. ഇത് 1-ാം നൂറ്റാണ്ടിലെ സഭയാണ്. പ്രവൃത്തിയിൽ അവർ സമ്പൂർണ്ണരായിരുന്നു, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ അവർ ഉന്നതരായിരുന്നു. അവർക്ക് ആ നല്ല പ്രവൃത്തി കൊണ്ട് നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യും. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ വളർത്തുവാനായി നാം ശ്രമിക്കണം. പെന്തക്കോസ്ത് മണ്ഡലത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് 1-ാം നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് മടങ്ങി വരണം. 1-ാം നൂറ്റാണ്ടിൽ ഇതുപോലെ നാം ആകണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അല്ല, 1-ാം നൂറ്റാണ്ടിനേക്കാൾ സഭ ഒരുപാട് വളർന്നു. ഇന്നതിനേക്കാൾ ഉന്നതമായ അനുഭവത്തിലേക്ക് പോകണം. എനിക്ക് 3-ാം വയസ്സിലെ അനുഭവത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. കാര്യം 3-ാം വയസ്സിൽ എൻ്റെ കയ്യിൽ ഒത്തിരി അപാകതകളുണ്ടായിരുന്നു. 10-ാം വയസ്സായപ്പോഴത്തേക്ക് അത് ഒരുപാട് മാറി. 25-ാം വയസ്സായപ്പോഴത്തേക്ക് പൂർണ്ണമായും മാറി. എനിക്ക് ആ 1-ാം നൂറ്റാണ്ടിലെ അവസ്ഥയിലേക്ക് പോകുവാൻ ഇന്ന് താല്പര്യമില്ല. അല്ലെങ്കിൽ 3 വയസ്സുള്ളപ്പോഴത്തെ അവസ്ഥയിലേക്ക് പോകാൻ ഇന്ന് താല്പര്യമില്ല. സഭ അതിനേക്കാൾ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് പുതുമയിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിവേ, യേശു പറയുന്ന പദം ഇതാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നതെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ പണിഷ്മെന്റിലേക്ക് പോവുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇതൊരു അതിപ്രധാന ഭാഗമാണ്. നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കും. നീ പണ്ടത്തേതുപോലെ പ്രയോജനപ്പെടാതെ വരും. നീ പണ്ടത്തേതുപോലെ ശോഭിക്കാതെ വരും. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തെ കൂടെ ശോധന ചെയ്യാറുണ്ട്. എൻ്റെ ശുശ്രൂഷയെ കൂടെ ശോധന ചെയ്യാറുണ്ട്. എന്നെ അടുത്തറിയാവുന്നവരും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും അതേ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ യാഡ് സ്റ്റിക്ക് ഉപയോഗിച്ച് എൻ്റെ ശുശ്രൂഷയെ മെഷർ ചെയ്യാൻ കഴിയുന്നവരുമായ ആളുകളോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സത്യം ചോദിക്കാറുണ്ട്. ഞാൻ മേലോട്ടാണോ താഴോട്ടാണോ? ദയവായി എന്നെ കറക്റ്റ് ചെയ്താൽ ഉപകാരം. ഞാൻ താഴോട്ട് എന്നൊരു തോന്നൽ എനിക്കിതുവരെ ഇല്ല. നമ്മളിവിടെ സ്ഥിരമായി മീറ്റിങ്ങുകൾക്ക് വിളിക്കുകയും ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചും ഇതേ അവലോകനം ഞങ്ങൾ നടത്താറുണ്ട്. അവർ മേളിലോട്ടാണോ താഴോട്ടാണോ? താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഒഴിവാക്കേണ്ട സമയമായി. മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവരെ എൻകറേജ് ചെയ്യേണ്ട സമയമായി, അവരെ അധികമായി ക്ഷണിക്കേണ്ട സമയമായി എന്ന് ഞങ്ങൾ ഓർക്കാറുണ്ട്. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റും, അതിൻ്റെ നിലയിൽ നിന്ന് മാറ്റും. നാം നരകത്തിൽ പോകുന്നത് രണ്ടാമത്തെ കാര്യം. നമ്മുടെ നിലവിൽ അതല്ല തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ വർഷം വരെ 100-ൽ നിന്ന് 80% മാർക്ക് വാങ്ങിച്ചിരുന്ന കുട്ടി ഈ വർഷം 70% മാറിയെങ്കിൽ എന്തുകൊണ്ട്? നിശ്ചയമായും ഉയർന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മാർക്കിങ് അല്പം കൂടെ സ്റ്റിഞ്ചി ആയിരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം മാർക്ക് ഇല്ലെന്നല്ല. എനിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറയാതെ ഉയർന്നു വരികയാണ്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബാങ്ക് ബാലൻസ്, ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബാങ്ക് ബാലൻസ് അതിനേക്കാൾ ഉപരിയായിരിക്കണം ഈ വർഷത്തേത്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഈ വർഷം അതിനേക്കാൾ ഉയരമായിരിക്കണം.
എൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഉന്നതമായിരിക്കണം. നിൻ്റെ നിലവിളക്ക് താഴോട്ട് പോകരുത്, നിലവിളക്ക് ഉയരണം. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എൻ്റെ നിലവിളക്ക് താഴോട്ട് പോകണം. ഞാൻ ദൈവത്തിന് അധികം പ്രയോജനപ്പെടുന്നെങ്കിൽ എൻ്റെ നിലവിളക്ക് ഉയർന്നു വരും. 6-ാമത്തെ വാക്യത്തിൽ മുമ്പ് നമ്മൾ കണ്ട്, എങ്കിലും നിക്കലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. നിക്കലോവ്യർ ആരാണെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നില്ല തൊടാൻ കഴിയുമെന്ന്. വരുന്ന ക്ലാസ്സിൽ ഞാൻ അതും കൂടെ ചേർത്ത് തൊട്ടോളാം. കാര്യം നിക്കലോവ്യരുടെ ഉപദേശം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇന്ന് ഞാൻ ഉപദേശത്തിൻ്റെ പട്ടിക എടുത്തുകൊണ്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് ഇന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് റെക്കോർഡഡ് മെസ്സേജാണ്, ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടില്ല. എന്നാൽ അടുത്തൊരു സന്ദേശം എടുക്കുമ്പോൾ നിക്കലോവ്യരുടെ ഉപദേശം എന്നടുത്ത് ഭാഗത്ത് വരുമ്പോൾ അത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാനും പകയ്ക്കുന്നു. നിക്കലോവ്യരുടെ ഉപദേശം നടപ്പ് നിനക്കുണ്ടായിരുന്നിടത്തോളം അതിനെ ഞാനും പകയ്ക്കുന്നു. നിക്കലോവ്യരുടെ നടപ്പ് ഭാവിയിൽ ഇത് ഉപദേശമായി മാറും. അടുത്ത സഭയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് നിക്കലോവ്യരുടെ ഉപദേശമാകും. ഇന്ന് നടപ്പ്, നാളെ ഉപദേശമാകും. ഞാനൊരു ചെറിയ ഉദാഹരണം കൊണ്ടത് വ്യക്തമാക്കാം. പെന്തക്കോസ്തുകാർ പൊതുവെ ആരാധനകൾക്ക് വേണ്ടി കൂടി വരുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കുക എന്നതൊരു നല്ല പതിവായിരുന്നു. ആരംഭത്തിങ്കൽ അതൊരു നിയമമായിരുന്നില്ല. എന്നാൽ എല്ലാവരും തന്നെ പൊതുവെ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. സിലോൺ പെന്തക്കോസ് മിഷൻ എന്നറിയപ്പെട്ടിരുന്ന, ഇന്ന് ദി പെന്തക്കോസ് മിഷൻ എന്നറിയപ്പെടുന്ന സംഘടനയിൽ നാളുകളായി ഞാൻ അവരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിരുന്നു, ആരാധനകളിൽ പങ്കെടുത്തിരുന്നു. ഇന്നല്ല, ഒരു 10-40 വർഷങ്ങൾക്ക് പുറകിൽ. ഞാൻ അന്ന് അവരുടെ ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ഉപദേശമായിരുന്നു, ഞായറാഴ്ച കർത്തൃമേശയ്ക്ക് ചെല്ലുമ്പോൾ വെള്ളവസ്ത്രം വേണം. അതൊരു ഉപദേശമായിരുന്നു. ഇന്നത് എനിക്കറിഞ്ഞുകൂടാ, ഇന്ന് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുറേ നാളുകൾ പ്രാക്ടീസ് ചെയ്തത് കാലത്തിൻ്റെ പോക്കിൽ ഉപദേശമായി മാറും. ഇന്ന് അതൊരു നടപ്പാണ്. ക്രിസ്ത്യാനിത്വം തന്നെ ഒരു നടപ്പാണെന്നറിയാമോ? ക്രിസ്ത്യാനിത്വം ഒരു നടപ്പ, അതൊരു സഭയല്ല. ക്രിസ്ത്യാനി എന്നത് ഒരു സഭയല്ല, അത് ഒരു നടപ്പ, എ ലൈഫ് സ്റ്റൈൽ. ഒരു നടപ്പാണ്, ഒരു ലൈഫ് സ്റ്റൈലാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഈ മാർഗക്കാരായ വല്ലവരെയും കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി തടവിലാക്കേണ്ടതിന് വേണ്ടി മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രവുമായിട്ടാണ് ഞാൻ ദമസ്കോസിൽ വരെ വന്നത് എന്ന് പറയുന്നത് കേൾക്കാം. അവിടെ ഈ ഉപദേശക്കാരെന്നല്ല പറയുന്നത്, ഈ മാർഗക്കാർ ഉപദേശമായി മാറിയില്ല, പക്ഷെ അവരുടെ നടപ്പിനകത്ത് ഗൗരവമുണ്ടായിരുന്നു. അവർ വേറൊരു ശൈലിയിൽ നടക്കുന്നവരാ. നമ്മുടെ നടപ്പ് എങ്ങനെയുണ്ട്? ഭക്തിക്കൊത്ത നടപ്പാണോ എന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. ഭക്തിക്കൊത്ത ശൈലിയിൽ നടക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ വളരും, നിങ്ങൾ യോഗ്യമായി വളരും. ഡിഫൻസ് സർവീസസിൽ ചേരുന്നവരുടെ നടപ്പിനെക്കുറിച്ച് ദ മാർച്ചിങ് സ്റ്റൈൽ, അതാത് മിലിറ്ററി വളരെ പർട്ടിക്കുലറാണ്. അവരുടെ ഡിസിപ്ലിൻ നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു നല്ല ഭാഗം അവർ നടക്കുന്ന ശൈലിയിലാണ്. ഒരു രാജ്യത്തെ പട്ടാളക്കാർ നടക്കുന്ന ശൈലിയിലല്ല വേറൊരു രാജ്യത്തെ പട്ടാളക്കാർ നടക്കുന്നത്. കാലുകൾ കിളർത്തി വയ്ക്കുന്നതിനകത്ത് വ്യത്യാസമുണ്ട്, കൈകൾ വീശുന്ന ഉയരത്തിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും കൊറിയയിൽ നടക്കുന്ന പരേഡ്, പ്രത്യേകിച്ച് നോർത്ത് കൊറിയയിൽ നടക്കുന്ന പരേഡ്, ഡിഫൻസിൻ്റെ പരേഡ്, അമേരിക്കയിൽ നടക്കുന്ന അമേരിക്കൻ സൈന്യങ്ങളുടെ മാർച്ചിങ്, റഷ്യൻ സൈന്യങ്ങളുടെ മാർച്ചിങ് എന്നിവ ഇന്ത്യയുടെ സൈന്യങ്ങളുടെ മാർച്ചിങ്ങുമായി ഞാൻ താരതമ്യം ചെയ്ത് പഠിക്കാറുണ്ട്. എല്ലാം തമ്മിൽ വ്യത്യാസമാണ്. അതാതിൻ്റെ ശൈലിയുടെ വ്യത്യാസമുണ്ട്. ഇതുപോലെ ദൈവസഭകൾക്കകത്തും നടപ്പിന് വ്യത്യാസമുണ്ട്. അല്പം ജഡീകമായി നടന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന സഭകളുണ്ട്. തനി ആത്മീയമായി തന്നെ നടക്കണമെന്ന് പറയുന്ന സഭകളുണ്ട്. എനിക്കവരോടാണ് ഇഷ്ടം. എനിക്ക് തന്നെയല്ല, ഏതാത്മീയനും അവരോടാണ് ഇഷ്ടം. അല്പസ്വല്പം ജഡീകനായി ജീവിക്കാൻ താല്പര്യമുള്ളവന് ജഡീക സഭകളോട്, ജഡീക നടപ്പിനോട് താല്പര്യമുണ്ട്. ഒടുവിൽ അതങ്ങ് നരകം വരെ നടക്കും, മറക്കരുത്. എന്നാൽ ആത്മീയമായി നടക്കുവാൻ താല്പര്യമുള്ളതിനോട് താല്പര്യമുള്ള ആത്മീയർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിൻ്റെ നടപ്പ് എനിക്ക് നന്നായി അറിയാം. അവരുടെ നടപ്പ് ഞാൻ പകയ്ക്കുന്നു. 7-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ലേഖനങ്ങളും എഴുതി തുടങ്ങുന്നത് സഭയുടെ ദൂതനാണ്. ഇവിടെയും എഴുതി തുടങ്ങിയത് എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. പറഞ്ഞു നിർത്തുന്നത് 7-ാമത്തെ വാക്യത്തിലെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ 1-ാം സഭയോടുള്ള ദൂത. അതിനകത്ത് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2 വ്യത്യാസങ്ങൾ ഞാനിവിടെ കൊണ്ടുവരട്ടെ. തുടങ്ങുന്നത് യേശു സംസാരിച്ചു തുടങ്ങുക.
യേശു സംസാരിക്കുന്നത് 1-ാം നൂറ്റാണ്ടിലെ ആ സുവിശേഷകനോട്, അല്ലെങ്കിൽ ആ ശുശ്രൂഷകനോട്, അല്ലെങ്കിൽ ആ ദൂതനോട് തന്നെയാണ്. എന്നാൽ ഇത് സംസാരിച്ച് നിർത്തുന്നത് ആത്മാവാണ്. യേശുവാണ് സംസാരിച്ച് തുടങ്ങുന്നത്, സംസാരിച്ച് നിർത്തുന്നത് ആത്മാവാണ്. ആത്മാവ് സംസാരിക്കുമ്പോൾ യേശുവിൽ നിന്ന് കേട്ടതാണ് ആത്മാവ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാനൊരു കാര്യസ്ഥനെ അയക്കും, അവൻ എന്നോട് കേട്ട് ഞാൻ പറഞ്ഞത് തന്നെ പറയും. ഈ പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞത് കേട്ട് കേവലം 1-ാം സഭയുടെ ശുശ്രൂഷകനോട് മാത്രമല്ല, എല്ലാ സഭയിലും പെടുന്ന എല്ലാവരോടും പറയുകയാണ്. ആകയാൽ ആത്മാവ് ഈ സഭയ്ക്ക് കൊടുത്ത ദൂത് എന്നോട് സംസാരിക്കുക. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ചെവിയുള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ ചെവിയുടെ 2 എക്സ്റ്റേണൽ ഘടകമല്ല, അകത്ത് 2 ഇയർ ഡ്രം ഉള്ളതിൻ്റെ കാര്യവുമല്ല, കേൾക്ക മനസ്സുള്ളവൻ അഥവാ അംഗീകരിക്കുന്നവൻ എന്ന ആശയമാണ്. ഒരുപാട് പേരോട് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ താല്പര്യമില്ല, അംഗീകരിപ്പാൻ മനസ്സില്ല, ചെയ്യത്തുമില്ല. കാര്യം ചെയ്യാതിരിക്കത്തക്കവണ്ണം അവരെ ദുഷ്പ്രേരണകളിൽ വിടുന്ന ഒരു വല്ലാത്ത ശക്തിയുണ്ട്, സ്പിരിറ്റ് ഓഫ് റിബലിയൻ. ഈ ദിവസങ്ങളിൽ വളരെ അധികമാണ് അനാത്മീയരുടെ ഇടയിൽ, ഭയങ്കര കഠിനമാണ് സ്പിരിറ്റ് ഓഫ് റിബലിയൻ. എന്നാൽ ചിലരുണ്ട് റിബലിയൻ ഇല്ലാതെ ദൈവത്തെ അനുസരിക്കാൻ താല്പര്യം. അവരോട് പറയുകയാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവർക്ക് നന്മ അനുഭവിപ്പാൻ കഴിയും. ആത്മാവ് തുടരുകയാണ്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ ജീവപ്രതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഓരോരുത്തർക്ക് കിട്ടുന്ന പ്രതിഫലം, തോൽക്കുന്നവർക്ക് ലഭിക്കുന്നത്, വിട്ടുകളയുന്നവർക്ക് ലഭിക്കുന്നത്, ലഭിക്കുന്നവർക്ക് അംഗീകരിക്കുന്നവർക്കുള്ളത്. അംഗീകരിക്കുന്നവരോട് പറഞ്ഞു, ഞാൻ നിൻ്റെ നിലവിളക്ക് മാറ്റും, അത് ഉയരത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുക. എതിർക്കുന്നവരോട് പറഞ്ഞു, ഞാൻ നിൻ്റെ നിലവിളക്ക് താഴോട്ട് കൊണ്ടുവരും. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. മനുഷ്യവർഗം പുറത്താക്കപ്പെട്ടത് അവിടുന്ന്. ആദ്യത്തെ ആദിമ മനുഷ്യനെ പുറത്താക്കുന്നത് ഏദനിൽ നിന്നാണ്. ഏദനിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇനി വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നാതിരിക്കുവാൻ തേജസ്സിൻ്റെ കെരൂബുകളെ കാവലിന് വേണ്ടിയാക്കി, ഊരിപ്പിടിച്ച വാളുള്ള കെരൂബുകളെ, തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ കാവലാക്കി. എന്നാൽ കർത്താവ് പറഞ്ഞു, അനുസരിക്കുന്നവൻ ഉണ്ടെങ്കിൽ അവന് ഞാൻ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് തിന്നാൻ കൊടുക്കും, ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും. ആദം നഷ്ടപ്പെടുത്തിയ പദവിയിലേക്ക് ഞാൻ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരും. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ വൈസ്രോയിയായി നിർമ്മിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വസ്ത്രമായ തേജസ്സും ബഹുമാനവും അണിയിച്ച, ദൈവത്തോട് കൂടെ ദിവസം തോറും നടന്ന, വെയിലാറുമ്പോൾ യഹോവയായ ദൈവത്തോട് അടുത്തു വന്ന, മുഴുഭൂമിയുടെയും ചുമതല ദൈവത്തെങ്കിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആദമിന് ഉണ്ടായിരുന്ന അനുഭവത്തിലേക്ക് ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് തിന്മാൻ കൊടുക്കും എന്ന് കാണുന്നു. ജയിക്കുവാനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. 1-ാം സഭയുടെ ദൂതാണ് ഇന്ന് ശ്രദ്ധിച്ചത്. എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്ന ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം തുടർന്നുള്ള ദൂത് ശ്രദ്ധിക്കാൻ അല്പം നേരത്തെയാണ് ഞാൻ നിർത്തിയത്. കാര്യം ആദ്യ സഭയേക്കാൾ കൂടുതൽ അടുത്ത സഭകളിലേക്ക് വരുമ്പോൾ കൂടുതൽ ദൂതുകൾ കാണും. അന്നേരം നമുക്കൊരല്പം കൂടെ ഗൗരവമായി പോകാം. ഇന്ന് കർത്താവ് തന്ന ഈ അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, സഭ എന്നാൽ എന്ത്? പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച് അന്ത്യകാഹളത്തെങ്കിൽ ഇവിടുന്ന് മാറ്റപ്പെടുന്ന അതുവരെ ഭൂമിയിലുള്ള ഒരു സമൂഹത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ് ഇതിനെ വിളിക്കുന്നത്. വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടി ദൈവം അയച്ചതാണ് ദൈവസഭ. കെട്ടിയടച്ച തോട്ടമായി ഇതിനെ ഉപമിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കണ്ടവന് കയറാനും ഇറങ്ങാനും ഉള്ളതല്ല ദൈവസഭ. ദൈവവുമായി മാത്രം ബന്ധം സൂക്ഷിക്കുവാനും ദൈവത്തിന് ഇടപെടുവാനും ഉള്ളതാണ്. ഓരോ സഭയോടുള്ള ദൂത് സംസാരിച്ചു തുടങ്ങുമ്പോഴും അത് ആ ഇടയനോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ സഭയുടെ അധ്യക്ഷനോടാണ്, അല്ലെങ്കിൽ ആ സഭയുടെ ദൂതനോടാണ് സംസാരിച്ചു തുടങ്ങുന്നത്. എല്ലാ ദൂതന്മാരും ദൈവത്തിന് ഒരുപോലെ അടുത്തിരിക്കുന്നവരാണ്. എല്ലാവരോടും ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. ദൂത് പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാ സഭകളിലുമുള്ള എല്ലാവരോടുമായി പരിശുദ്ധാത്മാവാണ് ദൂത് പറഞ്ഞു നിർത്തുന്നത്. ഇതിനകത്ത് നന്മ പ്രവർത്തിക്കുന്നത് കർത്താവ് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തിന്മ പ്രവർത്തിക്കുന്നതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുന്നു. സെൽഫ് ഇൻട്രഡക്ഷനിൽ ഇവിടെ
യേശു തന്നെത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മോനെ എന്ന് വിളിക്കുമോ, എടാ എന്ന് വിളിക്കുമോ എന്ന് മുതൽ ചിന്തിച്ചു തുടങ്ങണം. ദുഷ്ടദാസനെ എന്ന് എന്നെ വിളിക്കുമോ, അതോ നല്ല ദാസനെ എന്നെ വിളിക്കുമോ? ഞാൻ പ്രതിഫലം തരുന്നവനാണ് എന്നെന്നോട് പറയുമോ, അതോ ഞാൻ ശിക്ഷിക്കുന്ന ദൈവമാണ് എന്നെന്നോട് പറയുമോ? എങ്ങനെ എന്നോട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഇന്ന് പകൽ അല്ലെങ്കിൽ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ സ്വയം ചിന്തിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം ഞാൻ ഇനി പേഴ്സണലായിരിക്കുമ്പോൾ, ഇത് റെക്കോർഡഡ് മെസ്സേജാണ്, അടുത്ത ഒരു ദിവസം ഞാൻ പേഴ്സണലായിട്ടിരിക്കുമ്പോൾ ചോദ്യോത്തരങ്ങൾക്ക് സമയമുണ്ടായിരിക്കും. ഇന്ന് എടുത്തതായ സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുവാനുള്ളവർക്ക് അന്ന് ചോദിക്കാൻ കഴിയും. എത്ര നേരം ചോദ്യോത്തരങ്ങൾക്ക് എടുക്കും? എനിക്ക് തോന്നുന്നത് ഒരു ദിവസം നമ്മൾ അപ്രോക്സിമേറ്റ്ലി അരമണിക്കൂർ ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം എന്നെനിക്ക് തോന്നുന്നു. അതിന് ഉത്തരം പറയുന്ന അന്ന് എല്ലാ ആഴ്ചയിലും ഉത്തരം പറയാൻ ഒക്കത്തില്ല. എന്നാൽ അതുവരെയുള്ള ചോദ്യങ്ങൾ ദയവായി അർഹിക്കുന്നവർ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർ കുറിച്ചു വെച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയും. കൺസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യൻസ് കാണും. നശിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നവർ കാണും. രാപ്പകൽ ദൈവസന്നിധിയിൽ അപവാദം പറയുക എന്ന താല്പര്യത്തോടെ പിശാച് കരുക്കൂട്ടി ഒരുക്കുന്നവർ കാണും. അതിന് മറുപടി പറയാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം എനിക്ക് മറുപടി പറയാവുന്നതും മറുപടി അർഹിക്കുന്നതും. കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ പറയാതെ വിടത്തില്ല. കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഒരു ദിവസം എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ അടുത്ത ദിവസം തയ്യാറായി വരാമെന്ന് പറഞ്ഞ് എന്നേക്കാൾ ഉപരി ദൈവവചനത്തിൽ പരിജ്ഞാനമുള്ള 1-2 ആളുകളോട് ചോദിച്ച് മറുപടി തയ്യാറാക്കാൻ ശ്രമിക്കും. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, എൻ്റെ കേൾവിക്കാരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ പ്രായത്തിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ടെക്നോളജിയും ആരോഗ്യവും കർത്താവെ സഹോദരന്മാരുടെ സഹായവും അടിയന് തന്നതിനായി നന്ദി. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ ഈ കേൾവിക്കാരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഓരോരുത്തരെയും അങ്ങ് മാനിക്കണേ. ഞങ്ങളിപ്പോൾ പിരിയട്ടെ, സാന്നിധ്യം കൂടിയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.